നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചിരിപ്പിക്കുന്നു എന്നല്ല, വി ആർ ട്രൈങ് ടു മേക്ക് ദം ലാഫ്. എന്ത് പ്രശ്നം വന്നാലും പ്ലീസ് ഫേസ് ദ കോൺസിക്വൻസസ്. മലയാളി പൊളിയാണ്, ഐ അക്സെപ്റ്റ്. പക്ഷേ എന്നെ കൺമുന്നെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും ഞാൻ, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ. അവന് ഭ്രാന്താണെന്ന് പറയും. സി, എവ്രി വൺ ഇസ് ഇൻസെയിൻ എന്നുള്ളൊരു തിയറിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെ ആര് എങ്ങനെ എന്തോ എന്ന് പറഞ്ഞിരിക്കണത്. ഒരു മനുഷ്യന് ആ കഴിവ് കൊടുത്ത് ദൈവമാണെന്ന് അറിയാം. സിനിമയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ? എന്തായാലും വരണമെങ്കിലും എടുത്തിട്ട് പോക്കിനെ കൊണ്ട് മലങ്കൽ ടാണോ അല്ലേ എന്ന് പുള്ളി പറയട്ടെ. ഇവിടെ ദുബായില് ആ ഒരു പ്രൊമോഷൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദർ ഇസ് നോ ക്രിയേറ്റർ. ആപ്പിൾ എന്ന് പറയുന്ന പേര് ഒന്നുമില്ല. ഞാൻ വളരെ ബ്ലാൻഡ് ആയിട്ട് പറഞ്ഞത്, ദർ ഇസ് നത്തിങ്. ആ ഫോണില് ചെയ്യാൻ പറ്റുന്ന എന്ത് ഭയാനക സാധനമാണ് നമുക്ക് കൊണ്ട് ചെലവ്. മനസ്സിലായില്ലേ? പുതിയ ഗിയർ, പുതിയ ഫോണ്, വീട്ടിലെ ഇതൊക്കെ നമ്മൾ നോക്കണം. ഈ കിട്ടുന്ന കാശ് അതിനേ ഉള്ളൂ. സേഫ് ആയിട്ട് ഭയങ്കര ഇന്റലക്ച്വൽ മൂവ് ആയിരുന്നില്ല? അതെ അതെ, അത് വളരെ ഇന്റലക്ച്വൽ മൂവ് ആയിരുന്നു. നമ്മള് എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ സിസ്റ്ററാണ്. ഉമ്മാരെ പറ്റി പറയാനാണെങ്കിലും സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ലൈഫ് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ഈ കണ്ണുനീരിനൊരു ഭയങ്കര പ്രൗഡ് ഉണ്ട്. ബിക്കോസ് അത്രയും ലോകം അല്ലെങ്കിൽ ഒരു പരിധിയിലധികം മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അറിയുന്ന ഒരു യൂട്യൂബറിലേക്ക് ഷസാമിനെ കൊണ്ടുവന്നു വെച്ചാൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ സ്ട്രോങ് ഷീ ഈസ്. ഐ കുഡന്റ് ഡു എനിത്തിങ് ഫോർ ദ ഫാമിലി. നമസ്കാരം, മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അതിഥികളായി എത്തുമ്പോൾ നമുക്ക് വലിയ ആമുഖത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഷസാം, വെൽക്കം ടു ദ ഷോ മാൻ. താങ്ക് യു സോ മച്ച്. എന്താ വിശേഷം? എന്ത് വിശേഷം, സുഖമായി പോകുന്നു. ഇങ്ങനെയൊക്കെ. എനിക്ക് ഷസാമിനെ ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ പെർസെപ്ഷൻ ആട്ടോ പറയുന്നത്. എനിക്കത് തോന്നിയത് കാരണം എപ്പോഴും ഷസാമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലേക്ക് വരുമ്പോഴത്തേക്കും യൂട്യൂബറൊക്കെ ആകുമ്പോൾ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഷ അതിൽ ഭയങ്കര കോൺഷ്യസ് ആവും. പക്ഷെ ഷസാമിന് ഞാൻ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് കണ്ടിട്ടേ ഇല്ല. ഞാൻ പഠിച്ചിട്ട് വേണ്ടത്. അപ്പോൾ എനിക്ക് സ്ലാങ് ദിസ് ഈസ് ഇൻ മൈ ബ്ലഡ്, ഇനി അങ്ങോട്ട് മരിക്കുന്നവരെ. അപ്പോൾ ഞാൻ പണ്ട് അത് കഴിഞ്ഞ് ഞാൻ കൊച്ചി വരുന്ന സമയത്ത് രാജഗിരി എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. ഞാൻ അതൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ എന്ത് ആടേ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഞാൻ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് മാറി. അതായത് ഈ നമ്മളെ മലയാളികളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഓരോ ഇതുണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന ഭാഷയുടെ ആക്സെൻറ്റ് എടുക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെ ഫേക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളം സ്ലാങ്ങോ അല്ലെങ്കിൽ ഒരു നമ്മളെ ഓയും അതൊന്നും വരാതെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കും. അതായത് ഒരു സാധനം മനസ്സിൽ പറഞ്ഞ് സംസാരിക്കുന്നൊരു പോയിൻ്റാണ്. പിന്നെ ദുബായിൽ വന്നതിന് ശേഷം പിന്നെ അതങ്ങ് പോയി. പിന്നെ പീപ്പിൾ ഡസൻ കെയർ. നീ ട്രിവാൻഡ്രം കാരനാണെന്ന് ചോദിച്ചാൽ അതെന്ന് പറയും. പിന്നെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ സി ദ ഹോൾ പോയിന്റ് ഇസ് ദാറ്റ് ഐ ഷുഡ് ബി മൈ സെൽഫ്. ഞാൻ പറയും എനിക്ക് അങ്ങനെ അതാണ് യൂട്യൂബ് തരുന്ന ഒരു പവർ. അവിടെ നമ്മൾ വേറൊരു പേഴ്സോണ വേണമെങ്കിൽ ഉണ്ടാക്കാം, ദാറ്റ് ഇസ് അപ് ടു ദ ക്രിയേറ്റർ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഇസ് ഹു ഐ ആം ആൻഡ് ഐ ഷുഡ് അത് കാണിക്കുക ഓഡിയൻസിൻ്റെ അടുത്ത്. അങ്ങനെ ചെയ്തു തുടങ്ങി ആൻഡ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ്. ആൾക്കാർ ചിലവരൊക്കെ വന്ന് ചൊറിയും, അത് വേറെ വൃത്തികെട്ടവന്മാരാണ്. ഈ വന്നിരുന്നിട്ട് നിൻ്റെ സ്ലാങ് തറ സ്ലാങ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് അവർ അങ്ങനെ പറയുമ്പോൾ അവർ ഒരു വലിയൊരു ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇതിനെ തന്നെയാണ് അവർ കളിയാക്കുന്നത്. ലൈക്ക് നമ്മൾ അവിടെ കേരളത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയെ പറ്റി സംസാരിച്ച് കളിയാക്കുന്നത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേണതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കൊടുക്കും. എൻ്റെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കമൻറ്റ് ഇടുന്നത് ഞാൻ കൊടുക്കും. അല്ല, അത് ഇപ്പം നമ്മൾ സുരാജ് വെഞ്ഞാറമ്മൂടെ ഒരു സിനിമ പറഞ്ഞ കണക്ക് എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അപ്പം അതിപ്പം പല ജില്ലകളിൽ പലതും പറയുന്നു, പക്ഷെ അതിനൊന്നും ഒരു കൺസേൺ ഇല്ല. പക്ഷെ ട്രിവാൻഡ്രം ഭാഷയ്ക്ക് ഒരു വല്ലാത്തൊരു കൺസേൺ ആണ് എല്ലാവരും. അതെ, ഇപ്പോൾ ട്രിവാൻഡ്രം അതായത് തന്നെ കോമഡി ആക്കി വെച്ചേക്കാണ്. അങ്ങനെ കോമഡി അല്ല, ദിസ് ഇസ് വേ വി ടോക്ക്. അപ്പോൾ എല്ലാവർക്കും അവരേതായതുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുപ്പീരിയർ എന്നുള്ള ഒരു ഇത് വരും. ഏത് ലാംഗ്വേജ് ആണ്, ഏത് ആക്സെൻ്റ് ആണ് സുപ്പീരിയർ എന്നുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ അതിലോട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ജനിച്ച അന്നോട്ട് അത് പഠിപ്പിക്കണവർ.
ഇല്ലേ? അതായത് ഇപ്പൊ ഈ പ്രോപ്പർ മലയാളം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചില്ല? പ്രോപ്പറായ മലയാളം എന്തുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചില്ല? അതായത് ഇപ്പൊ നമ്മളിങ്ങനെ നമ്മളുടെ തിരുവനന്തപുരം സ്ലാങ് വരുന്നെങ്കിൽ ടീച്ചർമാർ പറഞ്ഞു തരണേ ഇറ്റ് ഈസ് റോങ് എന്ന്. അവിടെ നിന്ന് ഒന്നും പറയുന്നില്ലല്ലോ. അത് ഒരു സ്ഥലത്തും പറയില്ല. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു, ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ്, അത് കറക്റ്റ് ഇംഗ്ലീഷ് പഠിക്കുക. പിന്നെ ചിലവർ ആക്സെന്റ് ആക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതായത് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് പറയുന്നത്. ചിലവർ UK പോകുമ്പം അതങ്ങ് അഡാപ്റ്റ് ആവും. ദാറ്റ്സ് ഓൾ. നമ്മളെല്ലാവരും അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു അസ്. നമ്മൾ അപ്പോൾ ദീപിക പടിക്കോൺ എന്ന് പറയുന്ന നടി എന്ത് മനോഹരമായിട്ടാണ് പുള്ളിക്കാരിയുടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തമിഴിൽ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷീ ഡസൻ ഫേക്ക് ഇറ്റ്. ഭയങ്കര ഹാഷ് പോഷ് ഇംഗ്ലീഷ് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് സംതിങ് വിച്ച് ഐ റെസ്പെക്ട്. ഇപ്പോൾ ദീപിക ആണെങ്കിലും അങ്ങനെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഫീൽ ദാറ്റ്സ് ജെന്യുവിൻ. നമ്മളത് ഓസ്കാർ വേദിയിൽ കണ്ടതുമാണ്. എക്സാക്ട്ലി. അപ്പം ചില ആൾക്കാർക്ക് അത് പറ്റും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറ് അങ്ങനെ ഒരു ആക്സെന്റ് എടുക്കുന്നത് എന്തിനാണെന്ന്. വൈ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹൂ യു ആർ. ദാറ്റ്സ് ഓൾ ഐ ഫീൽ. ഷസാമ ഈ ഒരു യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ? വി ക്രിയേറ്റ് സ്റ്റഫ്. വി ആർ ക്രിയേറ്റേഴ്സ്. നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചിരിപ്പിക്കുന്നു എന്നല്ല, വി ആർ ട്രൈങ് ടു മേക്ക് ദം ലാഫ്. അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് എനിക്ക് അതാണ് സത്യം പറഞ്ഞാൽ ദാറ്റ്സ് സംതിങ് വിച്ച് ഐ കൺസിഡർ. എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് ആൾക്കാർ വന്ന് പറയും ബ്രോ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ബ്രോൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് മതി. അത് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ പറയാം, ഇപ്പം ചിലവർ വന്നിട്ട് പറയും ഇതിൻ്റെ കോണ്ടന്റ് ക്രിഞ്ചാണ്. ഐ എം ക്രിഞ്ച്. ഇപ്പം എനിക്ക് ക്രിഞ്ചായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതാ പറഞ്ഞത് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഒരു ചെറിയ ആൾക്കാർക്ക് നമ്മളൊരു എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു ഡിഫറൻസ് കൊടുക്കാൻ പറ്റിയ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറയും നമ്മൾ ഇപ്പം ഞാനിപ്പം പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ എന്നായിരിക്കില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ദാറ്റ്സ് സംതിങ് വിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സൺ എന്നല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ബിൽഡ് ചെയ്യുന്നത്. ഒരിക്കലും യൂട്യൂബിൽ നിന്നുള്ള രീതിയിൽ നിന്ന് അല്ലെങ്കിൽ അവങ്ങനെ ആയി എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഐ എം ജസ്റ്റ് സർവൈവിങ് ലൈക്ക് എനി അതർ പേഴ്സൺ. ബാക്കിയുള്ളവർ നമ്മളിപ്പോൾ ഒരു പണിക്ക് പോകുന്നത് പോലെ തന്നെ അത് സർവൈവ് ചെയ്യുന്നു. ഇത് നമ്മളേതായ രീതിയിൽ സർവൈവ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ വാക്കുകൾ ഇപ്പം പറഞ്ഞില്ല ക്രിഞ്ച്, ക്ലീഷേ, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എല്ലാത്തിനും ഇപ്പോൾ മാറ്റമുണ്ടല്ലോ. ഇപ്പം ടെറിഫിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല വാക്കുകളും നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനെയല്ല. നമുക്കിപ്പം എനിക്ക് എക്സാമ്പിളും പെട്ടെന്ന് വരുന്നില്ല. ഇപ്പം ദർ ആർ ഹെൽ ലോട്ട് ഓഫ് വേർഡ്സ്. ഇപ്പം നമുക്കിപ്പം നെഗറ്റീവ് എന്നും പറയാതെ ആ സെയിം വേർഡിനെ പോസിറ്റീവായിട്ടും നമുക്ക് കാണാൻ പറ്റും. കൺഫ്യൂഷൻ അല്ല. ഇപ്പം ക്രിഞ്ച് എന്ന് പറയുന്ന ഡയലോഗ് ഇപ്പോൾ എല്ലാം പറയും. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നത് ഒരിക്കലും അല്ല. ക്രിഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ് ആണ്. ലൈക്ക് വെൻ യു സീ സംതിങ് ആൻഡ് യു ഫെൽറ്റ് ലൈക്ക് ഇങ്ങനെ. ചില പടങ്ങളുണ്ട്, ചില സീനുകൾ വരുമ്പോൾ തന്നെ ആ സീൻ ഇപ്പോൾ വരും. ഇപ്പം ഒരാൾ മരിക്കുന്ന സീനായിരിക്കുക, അപ്പം പാവം മരിക്കും, അത് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതൊരു ടൈപ്പ് ഓഫ് ക്രിഞ്ചാണ്. അതേപോലെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ, ചില സാധനം നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതേപോലെ ക്ലീഷേ എന്ന് പറയുന്നത്, ക്ലീഷേ അതും ഞാൻ പറയും, ക്ലീഷേ എന്ന് പറഞ്ഞൊരു പുതിയ വേർഡല്ല. നമ്മൾ കണ്ടു പഴകിയ സാധനം പിന്നെയും വരുമ്പോൾ നമ്മൾ പറയുക ഇത് ക്ലീഷേ ആയിട്ടുള്ളൊരു സാധനമുള്ള, നമ്മൾ കേട്ട് പഴകിയ അഡ്വൈസുകൾ എല്ലാം ക്ലീഷയാണ്. സോ ഐ തിങ്ക് ഈ അർബൻ ഡിക്ഷണറി എന്ന് പറയുന്ന സാധനം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ന്യൂ തിങ്. ഇറ്റ് വാസ് ദെയർ. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഇന്റർനെറ്റ് ഓപ്പൺ ആയപ്പോഴാണ് ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ല. നമ്മളൊക്കെ മറ്റേ ദൂരദർശനും, ഞാനൊക്കെ ആ കാലം കേട്ടോ, എനിക്കൊക്കെ ആ ഒരു ജനറേഷൻ ദൂരദർശനമൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊക്കെ എന്താണ് എല്ലാം സിമ്പിളായിരുന്നു. ലൈഫ് വാസ് വെരി സിമ്പിൾ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും ട്രാവൽ ചെയ്ത ചേട്ടന്മാരായിരിക്കും ചില ബ്രാൻഡ്സിനെ പറ്റി പറഞ്ഞത്, ചില കാറിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കാനൊക്കെ ഭയങ്കര. ഇപ്പം ആർക്കും അത് വേണ്ട.
ഒന്ന് ടൈപ്പ് ചെയ്താൽ അവർക്ക് വരും. അതെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ദൂരദർശനിലെ എല്ലാ പ്രോഗ്രാംസ് നമുക്ക് ബൈ ഹാർട്ടാ. അതെ, ഏത് ദിവസം ഏതാണ്. ഇപ്പൊ ബുധനാഴ്ച ചിത്രഹാരം ഉണ്ടെന്ന് നമുക്കറിയാം, ഞായറാഴ്ച ചിത്രഗീതം, വെള്ളിയാഴ്ച ചിത്രഗീതം വരുന്നു, പ്രതികരണം എന്നൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ബൈ ഹാർട്ടായിരുന്നു. ഈവൻ ഹിന്ദി നാഷണൽ ന്യൂസ് വായിക്കുന്ന ആൾക്കാരുടെ പേര് വരെ നമുക്ക്, അതൊരു വല്ലാത്ത കാലഘട്ടം. ബിക്കോസ് എവറിത്തിങ് വാസ് സിമ്പിൾ. നമുക്ക് ആ ഒരു എക്സ്പോഷർ ഇല്ല. We didn't had any kind of exposure. Right now the world has completely changed. അത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ആൻഡ് അവർ പറയുന്നത് എനിക്കിതിനെപ്പറ്റി അറിയില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ എക്സ്ക്യൂസ്. മമ്മൂക്കായൊക്കെ എനിക്ക് അങ്ങനെ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ബിക്കോസ് ഹീ ഈസ് സമൺ ഹൂ ലേൺസ്. ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും പഠിക്കുക, പുതിയ ടെക് വന്ന, പുതിയ കാറ് വന്ന, എന്തും ഹീ ഈസ് വെരി ക്യൂരിയസ്. യു ഹാവ് ടു ഹാവ് ദാറ്റ് ക്യൂരിയസ്നെസ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. അദ്ദേഹത്തിന് പിന്നെ എല്ലാ മേഖലകളും, അഭിനയത്തെയായുടെ എല്ലാ മേഖലകളിലും ഒരു കൊച്ചുകുട്ടി. ഞാൻ ഫാസിനേറ്റഡ് ആണ്. ബിക്കോസ് ഇപ്പോഴത്തെ രീതിയിൽ പുള്ളിയുടെ ഒരു ഫിലിമോഗ്രഫി, നെഗറ്റീവ് റോളെങ്കിൽ നെഗറ്റീവ് റോൾ, വാട്ട് എവർ, ഹീ ഈസ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇപ്പോൾ നമ്മൾ ഹോളിവുഡിൽ ഇപ്പോൾ ലിയനാർഡോ ഡിക്കാപ്രിയോനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. അതായത് ദേ ഡോണ്ട് ലുക്ക് ഇൻ ദ മണി ഓർ എൻ്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റേ സ്റ്റാർഡം, അതല്ല അവർക്ക് കിട്ടുന്ന എന്ത് ക്യാരക്ടറിനാണ്. ഇപ്പം മറ്റേ മാർട്ടിൻ സ്കോർസേസിയുടെ ആ പുതിയ പടത്തിൽ ഹീസ് എ വില്ലൻ ക്യാരക്ടർ. അതെടുക്കേണ്ട, പുള്ളിക്ക് അതെടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഹീസ് ലിയനാർഡോ ഡിക്കാപ്രിയോ. ബട്ട് അവരാ ചലഞ്ച് ചെയ്യുന്നതിലാണ് എനിക്ക്. അപ്പോൾ പറഞ്ഞു ആ ഒരു സാധനം എല്ലാവരും അഡാപ്റ്റ് ചെയ്ത് ഇറ്റ് ബി നൈസ്. നൊസ്റ്റാൾജിയ സൂക്ഷിക്കുന്ന ആളാണോ? എനിക്കത് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഐ ലിവ് ഇൻ നൊസ്റ്റാൾജിയ ബിക്കോസ് അത് വേണം. ഞാൻ പറയുന്ന ഈ ലുക്കിംഗ് ബാക്ക് ടു ദ പാസ്റ്റ് നമ്മൾ പറയൂലേ, അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന ഈ പാസ്റ്റുകളിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത പാസ്റ്റിൽ ഒരിക്കലും ജീവിക്കരുത്. പക്ഷേ വി ഷുഡ് ലുക്ക് ബാക്ക് ടു വാട്ട് വി വെയർ, ഹൗ തിങ്സ് വെയർ ആൻഡ് ഹൗ യു ആർ എന്നുള്ളത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുക. ഞാൻ അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ് ഈ ഓർമ്മകളിൽ, കുട്ടിക്കാലം ഈ പറയുന്ന ഒരു അയ്യോ, ഐ ഹാഡ് എ ടെറിബിൾ ചൈൽഡ്ഹുഡ്. അപ്പം ആ ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാട്ട് വാസ് നോട്ട് ഫോർച്ചുനേറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ബേസിക് നീഡ്സിന് വരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ആൻഡ് റൈറ്റ് നൗ ദിസ് ഇസ് വെയർ ഐ ആം ലിവിങ് മൈ ലൈഫ്. ഇപ്പോൾ ചിലവർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ മറ്റേ പഴയ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ എൻ്റെ ഒരു ഷെൽഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. കോമിക് ബുക്കുകളുടെ ഒരു കളക്ഷൻസ് കാണാം. ചിലവർ ഇതൊക്കെ കൊച്ചു പിള്ളേർ വായിക്കുന്നതെല്ലാം ചോദിക്കും. എനിക്ക് കൊച്ചിലത് കിട്ടിയിട്ടില്ല. ഐ ഓൾവേസ് വിഷ്ഡ് ദറ്റ് ഐ വാണ്ടഡ് ദിസ് തിങ്സ്. എനിക്ക് ആക്ഷൻ ഫിഗേഴ്സ് വെച്ച് കളിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അതൊന്നും നമ്മുടെ ആ ഒരു സാഹചര്യവും നമ്മുടെ വളർന്നു വരുന്ന ആ ഒരു ഇതും അത് പറ്റിയിട്ടില്ല. അന്നത്തെ കാലത്ത് അത് ലക്ഷറിന്നും അപ്പുറമായിരുന്നു. മനസ്സിലായില്ല. അപ്പം റൈറ്റ് നോ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ്. എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് മേടിക്കുന്നു. ആൻഡ് ഐ ലവ് ദാറ്റ്. എനിക്ക് ഈ കോമിക് ബുക്സും അതൊക്കെ ഭയങ്കര ക്രേസാണ്. പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പം എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ മറ്റേ മെച്യൂർ ആവണം എന്ന് നമ്മൾ എല്ലാവരും പറയും. നിനക്ക് ഇത്ര വയസ്സായില്ലോ, നീ ഒന്ന് ഇതൊക്കെ മാറ്റി വേറെ മറ്റെന്തൊരു വലിയ ബുക്കൊക്കെ വായിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ ആം വെരി സിമ്പിൾ പേഴ്സൺ. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ആ ഒരു ഇഷ്ടങ്ങളിലാണ് എൻ്റെ ആ ഷെൽഫിൽ ഞാൻ സൂക്ഷിച്ചത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ആ ഷെൽഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ദാറ്റ് സംതിങ് വിച്ച് ഐ ഹാവ് അച്ചീവ്ഡ്. ഞാൻ കോടികളും ലക്ഷങ്ങളെന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ ചിലവർ നോക്കും. പക്ഷെ എൻ്റെ ഇതിൽ ആ കുറച്ച് കാര്യങ്ങൾ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മീ. ഇപ്പം എൻ്റെ ആ ഒരു PC ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മതിലിങ്ങനെ. ആ കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എനിക്ക് വളരെ, ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു സംഭവം. അങ്ങനത്തെ കുറച്ച് അച്ചീവ്മെന്റ്സ് എനിക്കുണ്ട്. ആൻഡ് ഐ ലവ് ദാറ്റ്. നമ്മുടെ ഒരു ഷെൽഫ് ഓഫ് മെമ്മറി അല്ലെങ്കിൽ വാൾ ഓഫ് മെമ്മറി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. അതൊരു ബ്ലെസ്സിങ് ആണ്. അത് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഐ ഓൾവേസ് ലുക്ക് ബാക്ക് ടു വേർ ഐ വാസ്. എന്നിട്ട് ഇപ്പോഴത്തെ ഇത് സത്യം ഐ എം എൻജോയിങ് ഇറ്റ്. ചിലവരൊക്കെ പറയും നീ കുറച്ചും കൂടെ വലുതാക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ മറ്റേ ബിഗ് ബോസിലൊക്കെ പോകുന്ന എന്തിന്. ഇപ്പോഴത്തെ ഒരു ഫെയിം ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ലെറ്റ്സ് സീ, ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പ്രസന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ ടുമോറോ ഓർ 10 years down the line എന്താവുന്നു. രാജുവേട്ടനെയൊക്കെ പോലെ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല.
പക്ഷേ ഐ ലിവ് മൈ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് ഇന്ന്. ഓക്കെ, ഇന്നത്തെ ദിവസം എന്താവും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് പോണത്. ഒരു 1 year ബിഫോർ എങ്ങാണ്ടാണ് ഞാൻ ഷസാമിന്റെ വീഡിയോസ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പം ഞാൻ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. അല്ലാതെ നമുക്ക് ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ ഒരു അനിയനോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും പലപ്പോഴും. അത്രയും പ്രസന്റബിൾ ആണ്. അപ്പം എങ്ങനെ കോൾ മീ ഷസാം എന്ന് പറയുമ്പോൾ എനിക്കതൊരു കമാൻഡ് ആയിട്ട് തോന്നിയിരുന്നു. കമാൻഡ് അല്ല, ഇറ്റ്സ് മോർ ലൈക്ക് ഐ സെഡ്, ഐ എം എ കോമിക് നെർഡ്. ഷസാം എന്ന് പറയുന്ന ഒരു കോമിക് ബുക്ക് ക്യാരക്ടർ ഉണ്ട്. ആൻഡ് മൈ നെയിം, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഷാസ് എന്നാണ്. ശരിക്കുള്ള പേര് വേറെ. പക്ഷെ ഷാസ് എന്നുള്ള പേര് പണ്ട് തൊട്ടേ എൻ്റെ ബ്രദറിൻ്റെ എക്സ് ഇട്ട് തന്ന പേരാണ്. ആൻഡ് എനിക്ക് ഐ ലവ് ദാറ്റ് നെയിം. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് മീൻസ്, ബട്ട് ഐ ലവ് ദാറ്റ് നെയിം. ഞാൻ ഏറ്റവും ഓർക്കുട്ട് കാലഘട്ടം തൊട്ട് ഷാസ് എന്നാണ്. പണ്ട് വേറെ ലെവൽ ക്രിഞ്ച് സാധനമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഷാസ് സംതിങ് അങ്ങനെയൊക്കെ ഇട്ട് ഷാസ് എന്നുള്ളതൊരു കോൺസ്റ്റന്റ് ആണ്. ഐ വാണ്ട് പീപ്പിൾ ടു നോ മീ ലൈക്ക് ദാറ്റ്. എനിക്ക് എൻ്റെ റിയൽ നെയിം അത്ര ഇറ്റ്സ് എ ഗുഡ് നെയിം, ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സോ ദാറ്റ്സ് മോർ ലൈക്ക്, എന്നെ വിളിക്കുകയാണെങ്കിൽ പ്ലീസ് കോൾ മീ ഷസാം. ലൈക്ക് ആൾക്കാർക്ക് അതൊരു ഇതാണ്, ഇങ്ങനെ ക്യൂറിയസ് ആവും, ലൈക്ക് കോൾ മീ ഷസാം. അപ്പോൾ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. കമാൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ. ഈ ടെക് യൂട്യൂബിലേക്ക് വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ടെക് യൂട്യൂബറിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യം ആയിട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നേരത്തെ ചൈൽഡ്ഹുഡ് നമ്മൾ ആഗ്രഹിച്ച് ഒന്നും കിട്ടിയിരുന്നില്ല എന്ന് ഷസാം പറഞ്ഞിരുന്നു. ഇപ്പോഴും ആദ്യമായിട്ട് കിട്ടിയ അല്ലെങ്കിൽ വാങ്ങിയ ഒരു ഗാഡ്ജറ്റ് ഓർക്കുന്നുണ്ട്? പിന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് സോണി എറിക്സൺ എന്ന് പറഞ്ഞ ഫോണിന്റെ W550 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു ഓറഞ്ച് കളർ. ഇറ്റ് വാസ് കിടു. അതിന്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വരും. എന്നിട്ട് ഇപ്പോഴത്തെ നമ്മളെല്ലാവരും മറ്റേ സിൽക്കൺ ടിപ്പ് വരുന്ന സാധനം അന്ന് സോണി ആ ഫോണിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൗണ്ടും ബഹളമൊക്കെ അടിപൊളിയാണ്. പിന്നെ ആ ഫോണിന് തന്നെ നല്ല ലൗഡാണ്. അപ്പം ആ ഒരു ഫോൺ ആണ് എൻ്റെ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫോൺ. ആൻഡ് ഈ ടെക്കിൻ്റെ ഭ്രാന്ത് എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ മദറിൻ്റെ ബ്രദറുണ്ട്. ഹി യൂസ് ടു ബൈ എവറി ഫോൺസ്. ഹി വാസ് പുള്ളിക്ക് ഒരു ഇങ്ങനത്തെ ഒരു സാധനം ക്രേസ് ഉണ്ടായിരുന്നു. പുള്ളി ആ ഒരു ടൈമിലുള്ള എല്ലാ ഫോണും, ലേറ്റസ്റ്റ് നോക്കിയ, സാംസങ്, ഏത് എടുക്കുക. അപ്പം ഈ പുള്ളി ഇങ്ങനെ തരും, എടാ ഇത് കണ്ട പുതിയ ഫോൺ എന്ന് വെച്ചിട്ട് ഇങ്ങനെ. അന്ന് തൊട്ടേ ഈ സാധനം എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ എൻ്റെ ബ്രദറും ഭയങ്കര ഒരു ടെക്കിയാണ്. ഇപ്പോഴാണ് പുള്ളി ഒരു ആപ്പിളിൽ ഒതുങ്ങിപ്പോയത്. പക്ഷേ പുള്ളി പണ്ട് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടെക്ക് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ആ ഫോണാണ്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ എത്തിക്സിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? അത് ഫോൺ കാശ് കൊടുത്ത് മേടിക്കും. ഭയങ്കര നഷ്ടമാണ്. പക്ഷേ അതൊരു ഭയങ്കര നഷ്ടമാണ്. പക്ഷേ ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറയും, ആ എത്തിക്സ് എന്നല്ല, നമ്മളാ ചാനൽ ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ ആൾക്കാർക്ക് അറിയാം. ഞാൻ ഐ സേ ദ പ്രോസ് ആൻഡ് കോൺസ്. ഈവൻ ഇപ്പം ആൾക്കാരായിട്ട് ഐഫോൺ വിരോധി എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ പേജ് എടുത്ത് നോക്കിയാണ്, ലെറ്റ് ഇറ്റ് ബി സാംസങ് എന്ന് പറയും, എനി ഫോൺ, ഞാൻ അതിൻ്റെ കോൺസ് പറഞ്ഞിരിക്കും. അതായത് ഇത് ഇങ്ങനത്തെ കുറച്ച് പോരായ്മകളും ഉണ്ട് ഈ ഫോണിൽ എന്ന് പറയും. പിന്നെ എല്ലാ ഫോണുകളും റിവ്യൂ എന്നൊരു ചാനലും അല്ല എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അതായത് ഈ ഇന്നിറങ്ങുന്ന ഫോൺ അത് മേടിച്ച ചെയ്യില്ല, എനിക്കതിന് താല്പര്യമില്ല. അതായത് ഐ ഡോണ്ട് വോണ്ട് ടു കൺഫ്യൂസ് പീപ്പിൾ. ഇഷ്ടം പോലെ ഫോൺ ആസ് വി സ്പീക്ക് ഇറങ്ങുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എനിക്ക് കണ്ടിട്ട് അത് കൊള്ളാം, നോക്കാം എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. പിന്നെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പ്രൈസ് പോയിന്റ് നോക്കും. എല്ലാവരുടെയും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 30,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് ടാഗാണ്. അണ്ടർ 20,000 നത്തിങ്. അണ്ടർ 20,000 ഒരു ഫോണും ഇല്ല, ഏത് മേടിച്ചാലും കണക്ക് തന്നെ. ആ ഒരു 30,000-ൻ്റെ ആ ഒരു അവിടെയാണ് എല്ലാവരും, ബിക്കോസ് അവരുടെ ബഡ്ജറ്റും അതാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്പം ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ഫോണുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈ എൻഡ് പോവുക എന്ന് പറയുന്നത് പിന്നെ അവരിഷ്ടമാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഇഫ് യു ഹാവ് ദ മണി യു ബൈ. നിങ്ങൾക്ക് iPhone 15 Pro Maxോ ഇപ്പോഴത്തെ ഈ ഫോൾഡോ എന്തോ അത് നിങ്ങളിഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ 1,00,000 മണ്ടേ ഒരു ഫോണും മേടിക്കരുത്. അതിൻ്റെ ആവശ്യം എന്തിനാണ് 1,00,000 മുകളിൽ ഒരു ഫോൺ മേടിക്കുന്നത്? ഇപ്പോൾ ഫോൺ മേടിക്കുന്ന എല്ലാവരും ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അത് the amount of people who are taking pictures and videos and editing on this stuff, on gaming, എല്ലാം കൂടി. പിള്ളേർ ഗെയിമിങ് വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ അത് കുറയാണ്, അതിൻ്റെ പവർ കുറയാണ് ഇൻ ടൈം. അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഇതാണ് നമ്മൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലൈക്ക് നമ്മൾ ഇത് വന്നിരുന്ന് പറയുമ്പം
ഓ എൻ്റെ ഫോൺ അങ്ങനെ അല്ലല്ലോ, അങ്ങനെയല്ല. ഐ ഹാവ് യൂസ്ഡ് ഫോൺസ് ആൻഡ് ഐ നോ ഹൗ തിങ്സ് വർക്ക്. അപ്പം ഈ ഒരു സാധനം നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ഞാൻ അതാണ് എല്ലാവരും ഈ ജെന്യുവിൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ആ ലോങ് ടേം യൂസ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അതായത് എനിക്ക് ഇങ്ങനെ തോന്നി. അല്ലാതെ ഈ ചില ഇപ്പോൾ ബ്രാൻഡ്സ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രൊമോട്ടിങ് സ്റ്റഫ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി ദാറ്റ്. എനിക്ക് അങ്ങനെ പ്രൊമോട്ടർ ആവാൻ താല്പര്യമില്ല. അതിന് അവർ ആ നടന്മാരെയോ നടിമാരെയൊക്കെ വെച്ച് ചെയ്തോട്ടെ. നമ്മൾ റിവ്യൂവർ എന്നുള്ള രീതിയിലാണ് ആൾക്കാരിലോട്ട് കാണിക്കുന്നത്. ബി എ റിവ്യൂവർ, യു ബൈ ദ പ്രോഡക്റ്റ്, കൺസ്യൂമർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ കൊടുക്കുക. എന്നാലും അവിടെ പോരെ. അപ്പം ഞാൻ ഇപ്പം എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം നിങ്ങളുടെ ഒപ്പീനിയൻ പ്ലീസ് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയുക. ബിക്കോസ് ഞാൻ ഇത് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഇത് തട്ടും. ബിക്കോസ് നഷ്ടത്തിലാണ് ഓടുന്നത്. ഈ ഫോൺ വിറ്റാലേ അടുത്ത ഫോൺ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ഇതിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് അത്യാവശ്യം നല്ല ഫോണാണ്, പക്ഷേ ഇതിൻ്റെ പോരായ്മകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഗാഡ്ജറ്റുകൾ ഇപ്പോൾ കൂടുതലും ഉപയോഗത്തിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഐഡന്റിറ്റി അവരുണ്ടാകുന്ന സാധനമാണ്. അല്ലാതെ ഇപ്പം ആപ്പിള് മറ്റേ പകുതി അടിച്ച ആപ്പിള് അത് അവരുണ്ടാക്കിയ ഒരു സാധനമാണ്. ദർ മാർക്കറ്റിംഗ് ഇസ് ബ്രില്യൻറ്റ്. ഇപ്പം നോക്ക്, എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരും ഐഫോൺ എടുത്തു. പെരുമാറ്റപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഇപ്പം ഐഫോണുണ്ട്. പണ്ട് അതിനൊരു മറ്റേ നമ്മൾ പറയും മറ്റേ സെൽഫ് എസ്റ്റീം തരുന്ന ഒരു സാധനമാണ് ഐഫോൺ. ഇപ്പം അത് ആ സെൽഫ് എസ്റ്റീം ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഫോൾഡബിൾ എടുക്കുകയാണ്. ബിക്കോസ് ദാറ്റ്സ് റെയർ ആയി തുടങ്ങി ആൾക്കാർക്ക്. അതാണ് ഒരാൾക്ക് ഒരു പോയിന്റ് അതിന് സ്റ്റാൻഡ് ഔട്ട് ആവണം. എസ്പെഷ്യലി ഹു ഹാസ് മണി. അവർക്ക് ആ ഒരു സാധനം വേണം. അതായത് ബാക്കിയുള്ളവരെയും കാട്ടിലും ഞാനൊന്ന് വേറിട്ട് നിൽക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലിമിറ്റഡ് എഡിഷൻസ്, ഗോൾഡ്, മറ്റേത് മറിച്ചത്, ബാക്കിൽ റോളക്സ് വെച്ച ഐഫോൺ, അതൊക്കെ ഇറക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ആപ്പിൾ എന്ന് പറയുന്ന പേര് ഒന്നുമില്ല. ഞാൻ വളരെ ബ്ലാൻഡ് ആയിട്ട് പറഞ്ഞത്, ദർ ഇസ് നത്തിങ്. ആ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ഭയാനക സാധനമാണ്. ഇപ്പോൾ കുറേ വരും പ്രിവസി ഉണ്ട്, മറ്റതുണ്ട്, ആഡ്സ് ഇല്ല. സോ വാട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യുന്നൊരു ഡിവൈസ് പോരെ. ചിലവർക്ക് ആഡ്സ് ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം സാധാരണക്കാരൻ പോയി ഒരു കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ അവർ പറയും, ചേട്ടാ ബ്രോ എനിക്കൊരു 20,000 രൂപ ഫോൺ, എനിക്കൊരു 30,000 ഫോൺ. അവന്മാർ ഏറ്റവും വേഴ്സ് ഫോണായിരിക്കും അത് തല വെച്ച് കൊടുക്കുന്നത്. ബിക്കോസ് ദേ ഗെറ്റ് കമ്മീഷൻ ഫ്രം ദ കമ്പനി. അങ്ങനത്തെ ഒരു പോയിന്റ് ആണ് ഓഫ്ലൈൻ മാർക്കറ്റ്. ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നവരാണ് നമ്മളെ പോലത്തെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നല്ല ഫോണുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ബാക്കി ആ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് ഇതാണ്, കടയിൽ പോകുന്നത്. അതായത് ഈ എസ്പെഷ്യലി ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ നിന്ന് താഴെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പോയിട്ട് ഒരു ഫോൺ ചോദിക്കുന്നു, ആ കടക്കാരൻ നല്ല രീതിയിൽ വെച്ചു കൊടുക്കുന്നു. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞൊരു കമന്റ് ആണ്, ഷസാമിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട് ആപ്പിൾ ആണെന്ന്. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ആപ്പിൾ. ഞാൻ ആപ്പിളിന്റെ പ്രശ്നങ്ങൾ മാത്രം പറയും. ആപ്പിൾ ഇസ് ഇൻ ദ പെർഫെക്റ്റ് ഫോൺ. എൻ്റെതാണ്. എല്ലാവരും ഒന്നും ഇതുപോലെ ഒരു ഗസ്റ്റ് ഇതുപോലെ പെർഫെക്റ്റ് ഇല്ല. എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണേ, അതിൻ്റെ വീഡിയോ എടുക്കാൻ നോ ഫോൺ ഇൻ ദിസ് വേൾഡ് വീഡിയോ എടുക്കാൻ ആപ്പിളിനെ വെട്ടാൻ പറ്റില്ല. ദേ ആർ ദ ബെസ്റ്റ്. അതല്ലാതെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുറച്ച് ഇതുണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും അവിടെ. അത് ആപ്പിൾ ഇല്ല. നമ്മളിത് എടുത്തു പറയുമ്പോൾ നമ്മൾ പറ്റതാണ് വിരോധിയാണ്, നമുക്ക് ഇഷ്ടമല്ല. ഈ ഫോട്ടോ എന്നെ സെൽഫി എടുക്കാൻ വന്നവർ സ്ഥിരം അടിയുണ്ടായാലും ബ്രോ ആപ്പിളിൻ്റെ ഫോണാണ്. ഞാനിപ്പോൾ ഞാൻ തോന്നി എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ബ്രോ ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഈ സാധനം യൂസ് ചെയ്യാം. ഞാൻ എടാ പിന്നെ ടെക്ക് ചാനൽ തുറന്നു വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം നോക്കണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ആപ്പിളിൻ്റെ ഒരു ഫോൺ എപ്പോഴും എൻ്റെ കൈ കാണും. ബിക്കോസ് ആപ്പിളിൽ എന്താണ് മാറ്റങ്ങൾ എന്നൊക്കെ നോക്കണമല്ലോ. ആവശ്യം അനുസരിച്ച് വാങ്ങുക. എക്സാക്ട്ലി. വൈ യു ഹാവ് ടു പുഷ് യുവർ ബഡ്ജറ്റ്? EMI ഒക്കെ കൊടുത്ത് വലിയ വില കൊടുത്ത് എന്തിനാണ് ആ ഒരു ഫോൺ? എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല വൈ യു ഹാവ് ടു സ്പെൻഡ് സോ മച്ച് ഫോർ എ മൊബൈൽ ഡിവൈസ്. ഞാൻ പറയും, ഒന്ന് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇമെയിൽ നോക്കുക, മെസ്സേജ്, ഫോൺ വിളി, നല്ലൊരു സ്ഥലത്ത് പോയി മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ക്യാമറ. ഈ ചിലവരൊക്കെ ഒന്ന് ക്യാമറ നമ്മൾ ഈ കാണുന്ന ക്യാമറേനെയൊക്കെ വെച്ചൊക്കെ കമ്പയർ. ഞാൻ പറയും എന്തിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഷസാം ചിന്തിച്ചിട്ടുണ്ടോ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്ഷൻ ഉള്ളത് എന്താണെന്നുള്ളത്? അല്ല, അത് എന്നെ കുറിച്ച് മാത്രമല്ല, ആസ് എ യൂട്യൂബർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ദേ ആർ വെരി റിച്ച്. വി ആർ നോട്ട് റിച്ച്. വി ആർ ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പം ഞാൻ പറയും, ഒരു
നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു IT വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഏതെങ്കിലും ഒരു A, B, whatever the company, if he is getting monthly ഒരു 70K എന്ന് വിചാരിക്കുക, ഫോർ ഹിം നമ്മുടെ ജോലി ഒരു ബെറ്റർ അമ്മാരെന്തോന്ന് വെറുതെ വീഡിയോ ഇടുന്ന കാശുണ്ടാകണം, ലക്ഷങ്ങൾ ഉണ്ടാകണം. ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഐ തിങ്ക് യു ഗൈസ് നോ, ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ദ എമൗണ്ട് ഓഫ് വീഡിയോ വിച്ച് ഹാവ് ടു പുട്ട് ഒരു മാസം, അത് ആൾക്കാർ കാണുവോ ഇല്ലയോ, അവർ കാണുന്ന വെച്ചിട്ടാണ് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഞാനൊക്കെ നഷ്ടത്തിലാണ്. ഒരു ഫോണിൻ്റെ പ്രൈസിൻ്റെ പകുതി പോലും എനിക്ക് കിട്ടില്ല. ആ നഷ്ടത്തിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം നമുക്കുണ്ട് ചിലവ്, മനസ്സിലായില്ലേ? പുതിയ ഗിയർ, പുതിയ ഫോണ്, വീട്ടിലെ ചിലവ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഈ കിട്ടുന്ന കാശ് അതിനേ ഉള്ളൂ ചിലവാന്നുള്ളൂ. ഞാൻ മറ്റേ റോളിങ്ങിലാണ്. നമുക്ക് മറ്റേ സേവിങ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വന്നതാണ്. അപ്പം എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നത്തിങ് അണ്ടർ ദ ടേബിൾ, നത്തിങ്. ബിക്കോസ് നമ്മൾ പഠിച്ച് വളർന്ന അങ്ങനെയാണ്, നമ്മൾ കണ്ട പടങ്ങളും അങ്ങനെയാണ്, നമ്മൾ ശിവാജിയൊക്കെ കണ്ടു വളർന്ന ആൾക്കാർ. അപ്പം നമ്മൾ ഒരിക്കലും ആ ഒരു പാതയിലൊന്നും പോകുന്ന നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇറ്റ് വിൽ ഹാസ് ടു ഗോ ത്രൂ ദ അക്കൗണ്ട്. അപ്പൊ ആ അക്കൗണ്ട് അവരെടുത്ത് ചോദിച്ച സത്യാവസ്ഥ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു വീഡിയോ കണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈടി ചോദിച്ചു, എന്തിനാ മോനെ നീ ഇങ്ങനെ കാശ് റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിയില്ലേ? അതെ, അപ്പൊ അവരെടുത്ത് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും നമ്മളെയൊക്കെ ഒരു ഇത്. ബട്ട് ദർ ആർ ആക്ച്വലി പീപ്പിൾ ഹു ആർ വെരി സ്മാർട്ട്. പ്രോഡക്ട്സ് ഒക്കെ ആൾക്കാരെ നിന്ന് മേടിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, വെൽ ആൻഡ് ഗുഡ്, അത് അവരിഷ്ടമാണ്. പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സാധനം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഈ നഷ്ടം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കും ബ്രാൻഡ്സിൻ്റെ നിന്ന് ഫോണും മേടിച്ച് വെച്ചിട്ട് അവരിൽ നിന്ന് കാശും മേടിച്ച് വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാം. ആ സത്യം വരും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സുഖമായിട്ട് കാശുണ്ടാക്കാം. അല്ലാത്ത വശം വൻ നഷ്ടമാണ്. ഷസാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മലയാളി, എങ്ങനെയാണ് മലയാളി ഓഡിയൻസ് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എൻ്റെ ഇതിൽ മലയാളി പൊളിയാണ്. പക്ഷെ ദർ ആർ ആക്ച്വലി നമ്മൾ ഗുഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എവ്രി വൺ വിൽ ഹാവ് ദാറ്റ് ആൻഡ് ഐ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ എന്നെ കൺമുന്നെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും ഞാൻ, അത്രേ ഉള്ളൂ. ദർ ആർ ജെന്യുവിൻലി ഒരു 1.5 lakh വ്യൂവേഴ്സ്. നമ്മൾ എന്താണ് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് നോക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് അവർ മതി. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് I don't want my every video to reach millions and no. ഞാൻ എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇടുന്നു, കാണേണ്ടത് അവരിഷ്ടമാണ്. നമുക്കാരെയും ഫോഴ്സ്ഫുള്ളി ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും യൂട്യൂബേഴ്സാണ്. കാരണം ഇപ്പൊ റീസെന്റ് നമ്മൾ ഒരു ആറാട്ടണ്ണൻ എനിക്ക് അതിൽ ഒട്ടും ഇതില്ല. ബിക്കോസ് യൂട്യൂബർ എന്ന് പറയുന്നത് ഒരു മോശ സംഭവമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ പുള്ളിയുടെ സംഭവമാണ്, പുള്ളിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഒരു ദ വേ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ചെയ്യുന്ന റിസർച്ച് ഉണ്ട്, നമ്മൾ ചെയ്യുന്നൊരു എഫേർട്ടുണ്ട്. ഞാൻ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ പേരാണ് ഈ പറയുന്ന യൂട്യൂബർ എന്ന് പറയുന്ന ടാഗ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാം. വൈ യു ഹാവ് ടു സേ യൂട്യൂബർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമർ എന്ന് പറയുന്നത് എന്തിനാ? നമുക്കിപ്പോഴും ഇതിൻ്റെ ഒരു ജോലിയായിട്ട് ഒരു മീഡിയയും അല്ലെ ഒരു ബാങ്കും കൺസിഡർ ചെയ്യത്തില്ല. ഈ പറയുന്ന ലോൺ കിട്ടിയൊന്നുമില്ല, പോയി കഴിഞ്ഞാൽ കണ്ടപ്പോഴോടാൻ പറയും. അപ്പോൾ നമ്മൾ മറ്റേ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് മറ്റേ സിബിൽ ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ദിസ് ഇസ് നോട്ട് ഈവൻ എ ജോബ്. കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ ലോൺ ഇല്ല കേട്ടോ. നിങ്ങൾ ഭയങ്കര കിടലാണ് ഞാൻ, പക്ഷെ ഇവിടെ ലോൺ കിട്ടൂല. സോ ദാറ്റ് ഇസ് ദേർ. ഓക്കെ. പക്ഷേ ഈ പറഞ്ഞിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, ടിക്ടോക്കിൽ ഫോളോവേഴ്സ്, ഇതിനെല്ലാം നമ്മളിപ്പം ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. പക്ഷെ സത്യത്തിൽ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ടേം നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു ഹാവ് എ ഹ്യൂജ് ഫോളോയിങ് യു ആർ എൻ ഇൻഫ്ലുവൻസർ. ഇപ്പോൾ നടന്മാരെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി ഒരു ഇൻഫ്ലുവൻസർ, ദേ ആർ ആക്ച്വലി ദേ ആർ സമ്മൺ ഹു ഇൻഫ്ലുവൻസ് സമ്മൺ ഈസ് എൻ ഇൻഫ്ലുവൻസർ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എനിവൺ വിത്ത് എ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഈസ് എൻ ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഏതൊരു ടോപ്പ് ഗ്രേഡ് ആക്ടർ വന്നിട്ട് ഒരു സാധനം സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്യുന്നു, ഇറ്റ്സ് എ സെയിം തിങ്. ദാറ്റ്സ് ദ സെയിം തിങ് വിച്ച് സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ ഡൂയിങ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോം വഴി അവരവരെ പ്രോഡക്ട്സിനെ പ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് സം ക്രിയേറ്റേഴ്സ് ഹെൽപ്പ് ദം ഔട്ട് വിത്ത് ദാറ്റ്.
ഇറ്റ്സ് ദെയർ. പക്ഷേ എനിക്കത് ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് പറയണമെന്നൊരു സംഭവമാണ്. ഇവിടെ ദുബായിൽ ആ ഒരു പ്രൊമോഷൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദർ ഇസ് നോ ക്രിയേറ്റർ. ഐ എം വെരി സോറി ടു സേ ദിസ്. ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റർ എന്ന് പറയുന്നത്, ബിക്കോസ് എ ക്രിയേറ്റർ ഇസ് സമ്മൺ നമ്മൾ ആ ചെയ്യുന്ന, അതായത് നമുക്കൊരു നീഷ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ടെക് യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ ടെക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വി പ്രൊമോട്ട് സംതിങ്. ഇവിടെ ഭയങ്കര പ്രൊമോട്ടേഴ്സ്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത് ദുബായ് വന്നപ്പോൾ എനിക്ക് കാണാം. ഇപ്പം ഇവിടെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് ദേ ആർ സീയിങ് അസ് ലൈക്ക് എ ടൂൾ. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? ഐ ഡോണ്ട് ലൈക്ക് വെൻ ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുക ഇതാണ് സാധനം പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയല്ല. യു സീ മൈ പേജ്. എൻ്റെ പേജ് എന്ന് പറയുന്നത് മോർ ഫോക്കസ്ഡ് ഓൺ ടെക് ഓർ മേ ബി വാച്ചസ്. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് ചെയ്യുന്നതിൽ താല്പര്യം. അതായത് നിന്ന് നിപ്പിൽ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നമ്മളെ പരിപാടി ഇതല്ല. ബിക്കോസ് ഇവിടെ ഉള്ളൊരു മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവരെയൊക്കെ ഇതിൽ വ്യൂസ് ഇല്ല എന്ന് ചിലവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വ്യൂസ് വരും? ബിക്കോസ് ആൾക്കാരുടെ മൈൻഡിൽ ഒരു സാധനം കയറിയിട്ടുണ്ട്. നിങ്ങളെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തോ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ നിന്ന് നമ്മളൊന്നും ഗെയിൻ ചെയ്യാൻ പോകുന്നില്ല. അവൻ പ്രൊമോട്ടർ ആണ്ടേ ഈ ഒരു സാധനത്തിൽ ഇവർ സ്ക്രോൾ അപ്പ് ചെയ്യും. How are you going to generate views? ആണ്ടിലോ ആവണിക്കോ നിങ്ങൾക്കൊരു 1 million 2 million കിട്ടുമായിരിക്കും. മേ ബി ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ മേ ബി സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാവാം. പക്ഷെ നിങ്ങൾ വന്ന് ഈ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഒരിക്കലും കയറിപ്പോയില്ല. ബിക്കോസ് യു ആർ ടാഗ്ഡ് ആസ് എ പ്രൊമോട്ടർ. ആൾക്കാർക്ക് കാണേണ്ടത് രസകരമായിട്ടുള്ളതും അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടൊന്നും തോന്നുന്ന സാധനങ്ങളായിരിക്കും. അല്ലെങ്കിൽ യു ഷുഡ് അവരെ അങ്ങനെ മാനിപ്പുലേറ്റ്. ഇപ്പം ബ്രില്യൻ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഖാലിദ് അമീർ ഈസ് വൺ ഓഫ് ദി പ്രൈം എക്സാമ്പിൾ. ഹി ഈസ് മേക്കിംഗ് അമേസിംഗ് കോണ്ടന്റ് വിച്ച് ഈസ് പ്രൊമോട്ടിങ് സർട്ടൻ തിങ്സ്. അപ്പോൾ അതാണ് പറയുക, അങ്ങനെ സ്മാർട്ടായിട്ട് ചിന്തിക്കാനെങ്കിലും ശ്രമിക്കുക. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഇത് സൂപ്പറാണ്, ഇത് അടിപൊളിയാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് അടിപൊളിയാണെന്ന് പറയാൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ടെൽ ദം ദർ ജെന്യുവിൻ റിയാക്ഷൻ. ഞാൻ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഒരു രീതിയിൽ. ഇപ്പോൾ ചിലവരൊക്കെ ഇപ്പോൾ മറ്റേ ഈ ഏതോ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ആപ്പ്, ഇഫ് യു ഡോണ്ട് നോ ട്രേഡിങ് ദെൻ ഡോണ്ട് പ്രൊമോട്ട് ദാറ്റ്. യെസ്, എന്തും കാശ് കിട്ടിയാൽ ചെയ്യാൻ ഒരിക്കലും ചെയ്യരുത്. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആസ് എൻ ഇൻഫ്ലുവൻസർ, ആസ് എ സോഷ്യൽ മീഡിയ ക്രിയേറ്റർ, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ പബ്ലിക്. എന്തും കാശിന് ചെയ്യാന്നുള്ള പരിപാടി എടുക്കരുത്. അത് ഏത് പേഴ്സണലായിട്ടുള്ളത് അവരിഷ്ടമാണ്, അവർക്ക് അത് ചെയ്യണോ വേണ്ടത്. പക്ഷേ എൻ്റെ ഇതിൽ ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ ആൾക്കാരുടെ കാശ് എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടുണ്ടാകുന്ന സംഭവമാണ്. അത് നമ്മൾ അത് മനസ്സിലാക്കിയേ ഏതൊരു സാധനവും നമ്മുടെ പേജിലിടാവും. നമുക്കൊരു കമ്മിറ്റ്മെന്റ്സ് വേണം. ഡെഫിനറ്റ്ലി. എങ്ങനെ ഈ ഓരോ പ്രൊഡക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ പറയുന്നതിന് മുൻപായിട്ട് എങ്ങനെയാണ് ഷസാമിൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ്? എനിക്കൊരു ടീമുണ്ട്. ആ ടീമിൻ്റെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. ലൈക്ക് ഈമാതിരി ട്രേഡിങ്, ഗാംബ്ലിങ് പരിപാടി, കളികൾ ഒന്നും ഒരു രക്ഷയില്ല. എന്തെങ്കിലും വന്നാൽ തന്നെ ഞാൻ പറയും എനിത്തിങ് വിച്ച് ഹാസ് എ മോണിറ്ററി ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ പറയും നോ, ഒരു രക്ഷയില്ല, അത് വേണ്ട. നമുക്കൊരു ഫോണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് കൊള്ളാം എന്ന് പറയുന്നത് പിന്നെയും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു TWS, ഞാൻ മെയിൻലി എന്തെങ്കിലുമൊക്കെ കിട്ടണം വെക്കുന്നത് ഈ മറ്റേ TWSിൽ ചെവി വയ്ക്കുന്ന കുറച്ച് ബ്രാൻഡ്സിൻ്റെ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പെയ്ഡായിട്ട്. ഒന്നുമില്ല. ഷസാം യഥാർത്ഥത്തിൽ ശരിക്കും എക്സ്ട്രോവേർട്ട് ആണോ അതോ ഇൻട്രോവേർട്ട് ആണോ? ഏറ്റവും തടുക്കായിട്ട് വരും, ആംബിവേർട്ടായിട്ട് വരും. പക്ഷെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. പക്ഷേ ഐ ഡോണ്ട് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. അതിന് രണ്ടും ഇതാണ്. ഇപ്പോൾ ഈ ഫെയിം വന്നതിന് ശേഷം ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഞാൻ വെളിയിറങ്ങുമ്പോൾ ഞാൻ തടിയനാണെന്ന് പറയുന്ന സാധനം. ബിക്കോസ് എല്ലാവരും എൻ്റെ ഇപ്പം നീ കാണുന്ന എത്ര കണ്ടിട്ടുള്ളൂ. ഇവർ നേരെ കാണുമ്പോൾ വലിയ പൊക്കവും ഇത്തിരി സൈസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇവർ ഈ വന്നിരുന്ന് പറയൂല, എനിക്കത് ഇഷ്ടമല്ല. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടു എൻകൗണ്ടർ പീപ്പിൾ. ചില സമയത്ത് ഞാൻ പൊട്ടിത്തെറിക്കും. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് ആൾക്കാരത് ദേഷ്യപ്പെടുന്ന പോലത്തെ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല. ആൻഡ് ദർ ആർ സർട്ടൺ ടൈംസ് ഞാൻ ചില ഫോണുകൾ മേടിച്ച് എടുത്ത സെൽഫി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ അങ്ങനെ എനിക്ക് ആ ഒരു കേൾക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഞാൻ വളരെ എപ്പോഴും വീട്ടിൽ ഇരിക്കുക, ആവശ്യത്തിന് മാത്രം വെളിയിറങ്ങുക.
എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ ഒന്ന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, പക്ഷെ ഒന്ന് കയറി സെറ്റായി കഴിഞ്ഞാൽ നൈസാണ്. അപ്പം ഷസാം എന്ന വ്യക്തി ആദ്യം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ട് എന്നുള്ളത് തന്നെയാണോ? അങ്ങനെയാണോ? അതാണോ ഇമേജ്? അതന്നെയാണ് ഇമേജ്. അപ്പോൾ എങ്ങനെ ഈ ഒരു മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? I have a therapist and I go through therapy. എപ്പോഴും അല്ല, whenever I feel like വെരി ഓവറായിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആവുന്ന സമയത്ത് ഐ ടേക്ക് തെറപ്പി. ഇപ്പോഴും ആൾക്കാർക്ക് ഈ തെറപ്പി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഭ്രാന്തൻ എന്നുള്ള ഒരു തീമി, അതൊന്നും മാറില്ല. അത് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ പിള്ളേരും അത് അഡാപ്റ്റ് ചെയ്തു. അതായത് അവന് ഭ്രാന്താണെന്ന് പറയും. സി, എവ്രി വൺ ഇസ് ഇൻസെയിൻ എന്നുള്ളൊരു തിയറിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് എവ്രി വൺ ഹാസ് ദാറ്റ് പോയിന്റ്. ലൈക്ക് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ വട്ട് കാണിക്കും. ചില വട്ടുകൾ അടിപൊളിയാവും, മനസ്സിലായില്ലേ? ചിലരുടെ ഇൻസാനിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ആ ഇൻസാനിറ്റി അവർ അതിൻ്റെ വേറൊരു എനർജിയിലോട്ട് പോകും. ഇറ്റ് ക്യാൻ ബി മ്യൂസിക്, ഇറ്റ് ക്യാൻ ബി ആർട്ട്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, മനസ്സിലായില്ലേ? ആ ഒരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ നോർമൽ എന്ന് പറയുന്നത്, വാട്ട് ഈസ് നോർമൽ? ഡിഫൈൻ നോർമൽ, ദെൻ ഐ വിൽ ബി കൺവിൻസ്ഡ്. നിങ്ങൾ എന്താണ് നോർമൽ എന്ന് പറയുന്നത്? ഇത്രയും കോടി ജനങ്ങളിൽ എന്താണ് നോർമൽ എന്നുള്ള സാധനം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നോക്കാം. അതിന് ഡെഫിനിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഭ്രാന്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ചിലന്മാർ മറ്റേ വെള്ളം അടിക്കാൻ പോകും, ചിലർ ട്രിപ്പ് അടിക്കാൻ പോകും, ചിലർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. അതൊക്കെ വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ബോഡി ഇഫ് ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ്. നമുക്ക് പഠിക്കാനായിട്ട് ട്രാവലിംഗ് ഇസ് ഗ്രേറ്റ്. പല കൾച്ചേഴ്സ്, ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിൽ തന്നെ അല്ലാതെ പുറത്തൊക്കെ പോയാൽ ഭയങ്കര രസമാണ്. ഇറ്റ്സ് വെരി നൈസ്. ഐ ലവ് ട്രാവലിംഗ്. യാത്ര ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്ത ഒരു കൾച്ചർ ഏത് രാജ്യത്തെ കൾച്ചറാണ്? അയ്യോ, അത് ഞാൻ ഭയങ്കര ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂർ, മലേഷ്യ, ഇപ്പോൾ ബാക്കു പോയി. അപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു വേറൊരു സാധനങ്ങൾ. അവിടുത്തെ ആൾക്കാരുടെ ആർക്കിടെക്ചേഴ്സ്, അവിടുത്തെ ഫുഡ്, അതൊക്കെ ഭയങ്കര രസമാണ്. ഫോർഗീവ് ചെയ്യാം, പക്ഷേ ഫോർഗെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വെൻ ത്രൂ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ലെസൺസ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് ഐ നെവർ ഫോർഗെറ്റ് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. ലൈഫിൽ എന്തൊക്കെ കടന്നുപോയി എല്ലാം എൻ്റെ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും മറ്റേ അരി വറുക്കുന്ന പോലെ എടുത്തിട്ട് വറുക്കാറൊന്നുമില്ല. ഇറ്റ്സ് ദെയർ ഇൻ വൺ പോയിന്റ്. നമ്മളൊരു സ്റ്റെപ്പ്, നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ എന്തോ ആയി എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയും ആ സിറ്റുവേഷൻ ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. റിലേഷൻഷിപ്പും അതും ഇതൊന്നും ലൈഫിൽ ഇമ്പോർട്ടൻ്റേ അല്ല. അതായത് ഇഫ് യു ഗെറ്റ് സംവൺ ഹൂ ക്യാൻ സ്പെൻഡ് എൻ എൻ്റയർ ലൈഫ് വിത്ത് യു, വെൽ ആൻഡ് ഗുഡ്, ബ്ലെസ്ഡ്. ആൾക്കാർ വരും പോവും. ദാറ്റ് വുഡ് ബി ഫ്രണ്ട്സ്, ദാറ്റ് വുഡ് ബി എനിവൺ, ഫാമിലി, എനിവൺ. സോ യു ഡോണ്ട് ബിലീവ് ഇൻ സോൾമേറ്റ്സ്? നോ 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 നോ, അങ്ങനെ ഒരു സാധനമില്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ച് എന്താണ് സോൾമേറ്റ്. ഞാൻ പറയും എനിക്ക് ഡെഫിനിഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല. എന്താണ് സോൾമേറ്റ്? എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പല ടൈപ്പ് ഓഫ് സോൾ ഉണ്ട്. എത്രയോ മനുഷ്യരുണ്ട്, അവരൊക്കെ പല ടൈപ്പ് ഓഫ് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ വി ഹാവ് ടു കോപ്പ് അപ്പ്. നമ്മുടെ സ്വഭാവം ആർക്കും മനസ്സിലാവും, ഇഷ്ടപ്പെടും. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. എനിക്കിപ്പോൾ ഒരാളുണ്ട്, ഐ എം വെരി ഹാപ്പി വിത്ത് ഹെർ. ഇറ്റ്സ് ബിൻ 3 years. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, എന്നെ സഹിക്കുന്ന, എനിക്ക് അവളെ സഹിക്കാൻ പറ്റുന്നുണ്ട്. വി ആർ ഹാവിങ് ഫൺ. ഞാൻ പറയും ദർ ഇസ് നോ മാരേജിൻ്റെ അത് അങ്ങനത്തെ ഒന്നുമില്ല. അതൊന്നും ഇല്ലാത്ത ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഗോസ് ഔട്ട്. ഇപ്പൊ ഈ കാലഘട്ടം മാറിയപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഇല്ല. ഒരുപാട് സിറ്റുവേഷൻഷിപ്പ്, മറ്റേ ഷിപ്പ്, മറിച്ച് ഷിപ്പ്. സി, അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. ഐ ആം നോബഡി ടു ജഡ്ജ് ദാറ്റ് ഓർ ഗിവ് എ കമന്റ് ഓൺ ഇറ്റ്. ആൾക്കാർക്ക് അതാണ് താല്പര്യം, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വോണ്ട്, ഇറ്റ്സ് ദെയർ ലൈഫ്. പക്ഷേ എന്ത് പ്രശ്നം വന്നാലും പ്ലീസ് ഫേസ് ദ കോൺസിക്വൻസസ്. ദിസ് ഈസ് യുവർ ഡിസിഷൻ. നിങ്ങൾ ആ കോൺസിക്വൻസ് ഫേസ് ചെയ്യുക. അതിൽ നിന്ന് എസ്കേപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ ഇപ്പം സൗഹൃദത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അത് എടുത്ത് പറയുന്നുണ്ട്. കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ലേ? അല്ല, ഇത് പറയാൻ വല്ലേ പറ്റുള്ളൂ. എൻഡ് ഓഫ് ദ ഡേ ഇത് ആൾക്കാരല്ലേ ഇത്
ഏറ്റെടുക്കേണ്ടത്? ആരും അത് ചെയ്യുന്നില്ല. ദെൻ വാട്ട് ഇസ് ദ യൂസ്? നമുക്ക് പറയാം, പറയരുത്. യു ക്യാൻ സേ തിങ്സ് ലൈക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, ബട്ട് we are still living in a world where these things doesn't matter. They don't care anything. ഞാൻ ഇപ്പം ചിലർ പറയും ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ളൊരു തോട്ടാണ്, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം അതിന് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, ദാറ്റ് ഈസ് ദാറ്റ് ഡിഫറൻസ്. ഇപ്പോൾ ഒരു വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ മോശമായിട്ടുള്ളൊരു കാര്യം പറയും, അതാ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ പെൺകുട്ടികൾക്ക് താല്പര്യമുള്ള, എനിക്കറിയാം അവനെ പോലെ ഒരുത്തനെ കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറയാൻ പറ്റാ അടി, അതൊക്കെ കുഴപ്പമൊന്നുമില്ല ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദർ ആർ ഗേൾസ് ഹു ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഇപ്പോൾ യു എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്, അതായത് ക്രീപ്പി സ്റ്റോക്കർ പ്രോ മാക്സ്. അതിന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. 365 days എന്ന് പറയുന്ന സാധനം, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ആളെ പിടിച്ചു കൊടുത്ത് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് എന്നെ പ്രേമിക്കാൻ പറയുന്ന സാധനം, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിന് ആ ചെറുക്കന് ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ? എവിടെയാണ് അത് പൊളിറ്റിക്കലി കറക്റ്റ്? അപ്പം അതാണ് പറഞ്ഞത്. ഇപ്പം ചിലവർ പറയും ഡോണ്ട് ഒബ്ജക്ടിഫൈ മൈ ബോഡി. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒബ്ജക്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് ലൈക്ക് വേറെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറയാം. അതാണ് പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ എല്ലാം ഇതാണ് ഇങ്ങനെ ഒരു വളരെ മെസ്സി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് കിടക്കുന്നത്. നമുക്ക് ഒന്നിനെയും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഫ്രീഡം എന്താണെന്നോ, സെൽഫ് റെസ്പെക്ട് എന്താണെന്നോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്നോ, എല്ലാം ഒരു അവിയൽ പരിധി കിടക്കുക. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്, യു അൺലേൺ. ദാറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ചോയ്സ്. നമുക്കൊരു വലിയ ഒരു പബ്ലിക് ക്രൗഡിനെ ഒന്നും അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. റിലീജിയസ് ആണോ അതോ സ്പിരിച്വൽ ആണോ? ഐ ആം നത്തിങ് സീരിയസ്ലി. എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ പറയും ഞാൻ റിലീജിയസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളർന്ന സാഹചര്യവും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. ദർ ആർ ഗുഡ് തിങ്സ് ആൻഡ് ദർ ആർ തിങ്സ് വിച്ച് ഐ ഫീൽ ലൈക്ക് ഇത് മനുഷ്യരുണ്ടാക്കിയ സാധനമാണ്. റെസ്ട്രിക്ഷൻസ് I don't think if there is a supreme being or a god, I don't think he will restrict people from stuff. Exactly. മനസ്സിലായില്ലേ? അതായത് നല്ല റെസ്ട്രിക്ഷൻ, വെള്ളം അടിക്കരുത്, ഇറ്റ് ഈസ് എ ഹെൽത്ത് ഹസാർഡ്, സയൻറ്റിഫിക്കലി പ്രൂവൺ. ഡോണ്ട് ടേക്ക് ഡ്രഗ്സ്, ഒബ്വിയസ്ലി യു ഷുഡൻറ്റ്. ഈ മറ്റേ ഇങ്ങനെ നടക്കുക, അങ്ങനെ ഇരിക്കുക, പാട്ട് കേൾക്കാതിരിക്കുക, എവിടെ ആര് എങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞേക്കണത്? ഒരു മനുഷ്യന് ആ കഴിവ് കൊടുത്ത് ദൈവമാണെന്ന് പറയാം. അന്നേരം പറയും പാട്ട് കേൾക്കാൻ പാടില്ല. ഒരാൾ പടം വരയ്ക്കുന്നു, ഇന്ന പടമേ വരയ്ക്കാവൂ. വാട്ട് ലോജിക് ഇസ് ദാറ്റ്? ഇന്ന സിനിമ എടുക്കാവൂ, അങ്ങനെ ഇല്ല. ദാറ്റ് ഈസ് ദെയർ തിങ്. എനിക്ക് ആ ഒരു ഇതുണ്ട്. ഈ കമന്റ്സ് എല്ലാം നോക്കാറുണ്ടോ? എൻ്റെ കോൾ മീ ഷസാമിൽ വരുന്നത് ഞാൻ വായിക്കാറുണ്ട്. ലൈഫ് ഓഫ് ഷസാം ഞാൻ ഒന്നും വായിക്കാറില്ല. ഞാൻ ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഓടും. ബിക്കോസ് ഐ നോ ആ ഒരു ലൈഫ് ഓഫ് ഷസാം എന്ന് പറയുന്ന ആ ഒരു മൂവി ഒപ്പീനിയൻ ചാനലിൽ എന്തിട്ടാലും പുറത്തെറിയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു റൂയിൻ മൈ മെൻ്റൽ ഹെൽത്ത്. അതൊക്കെ വായിച്ച് അവന്മാരൊക്കെ ആയിട്ട് അടികൂടി എന്തിന് മറ്റെവിടെ ചെയ്യും. കോൾ മീ ഷസാം വൈൻസിൻ്റെ മിക്ക കോമൻസും വായിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് 15,000 വരെ ഫോൺ വേണം, മറ്റേതൊക്കെ പറയുന്ന സാധനങ്ങൾ എടുത്തിട്ട് നോക്കാം. ഷസാമിനെ ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു മെൻ്റൽ എന്താ പറയുക, ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. ലൈഫ് ഓഫ് ഷസാം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം. ദർ ഇസ് എ മിക്സ്ഡ് ക്രൗഡ് ആൻഡ് ഐ വോണ്ട് അതിന് ഞാൻ ഒരിക്കലും കംപ്ലൈൻറ്റ് പറയില്ല. ബിക്കോസ് ഞാൻ പറയും ഇറ്റ് ഡിഫർ ഫ്രം പീപ്പിൾ. ദർ ആർ വെരി ഹാർഡ് കോർ, അവരെന്ത് ചെയ്താലും അതാണ് സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ പറയും അങ്ങനെ ഒരിക്കലും നടക്കരുത്. യു ഷുഡ് ബിൽഡ് യുവർ ഓൺ പേഴ്സണാലിറ്റി. ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ലാലേട്ടൻ ഫാനാണെന്ന് പറയും. ബിക്കോസ് പുള്ളി ഞാൻ വളർന്ന സാഹചര്യത്തിൽ തന്ന സിനിമകൾ ഇറ്റ്സ് സൂപ്പർ. ഞാൻ പറയും ഇപ്പം പക്ഷെ ഞാൻ പറയും മമ്മൂക്ക ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയും. അപ്പോൾ അവിടെ അത് കോൺഫ്ലിക്റ്റ് ആവും. സോ ഐ ഡോണ്ട് ബിലോങ് ഇൻ എനി ഫാക്ടർ. I like
വാട്ട് ദേ ഗിവ്സ് അസ്. അവർ നല്ല പടം തന്നെ അത് സൂപ്പർ, അത് അവരൊരു മോശം തന്നു കഴിഞ്ഞാൽ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, അത്രേ ഉള്ളൂ. ഈ ഫിലിമിന്റെ പറഞ്ഞപ്പോൾ ഈ ഫിലിം റിവ്യൂ അത് വളരെ ഭയങ്കര ചൂടേറിയ ചർച്ചയാണ് എപ്പോഴും, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പൊ അതില് മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ മാത്രമാണ്. മൈ ഒപ്പീനിയൻ ഭയങ്കര സേഫ് ആയിട്ട് ഭയങ്കര ഇന്റലക്ച്വൽ മൂവ് ആയിരുന്നില്ല? അതെ അതെ, അത് വളരെ ഇന്റലക്ച്വൽ മൂവ് ആയിരുന്നു. നമ്മള് ഒരു അല്ല, അത് അല്ലേ ഒപ്പീനിയൻ തന്നെയല്ലേ, ആരാണ് റിവ്യൂവർ? ഇപ്പോൾ ചിലവർ പറയും നീ സിനിമ കണ്ടിട്ടുണ്ടോ, സിനിമയുടെ ABCD ABCD ഇറങ്ങുന്നത് ചെയ്തോട്ടെ, എനിക്കെന്നാ വേണ്ട. ബിക്കോസ് ഞാൻ അത്യാവശ്യം ഞാനൊരു 2-3 പടങ്ങൾ അസിസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്, എനിക്കറിയാം അവിടെ എന്തിനാണ് നടക്കണതെന്ന്. അപ്പോൾ ഉണ്ട് ഒരു സിനിമ പരിപാടി എങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നും ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും അവർ പോകുന്ന ഈ കഷ്ടപ്പെട്ട ഒരുത്തനാണ് ഞാനും. അത് പറഞ്ഞ് എനിക്ക് തന്നെ റൈറ്റ് ഉണ്ടെന്നല്ല, പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് കണ്ട പടം എങ്ങനെയുണ്ടെന്ന് പറയാനുള്ളൊരു ഫ്രീഡം എനിക്കുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ആൻഡ് ഐ എം ഡൂയിങ് ദാറ്റ്. ആൻഡ് അഗെയിൻ പേഴ്സണലായിട്ട് ആരെയും ഞാൻ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യാറുമില്ല. ആൻഡ് ഐ എം ഡൂയിങ് വാട്ട് എവർ ഐ ഫീൽ ലൈക്ക്. ചില പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുത്തിയാൽ ഒരു ഹ്യൂജ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഡസൻ ഹാവ് ദ സെയിം ഒപ്പീനിയൻ വിച്ച് ഐ ഹാഡ്. ഐ റെസ്പെക്ട് ദാറ്റ്. ട്രൈ റെസ്പെക്ട് മൈ, അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ ഒരു ഓഡിയൻ എന്ന നിലയിലാണോ അതല്ലെങ്കിൽ നോർമൽ ഒരു ഓഡിയൻ എന്നുള്ള രീതിയിലാണ്? അല്ല, എനിക്ക് ഞാൻ വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കൽ പോകണം ഇത് പോകണം, അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ആ പടം കണ്ടു കട്ട സൂപ്പറാണ് അടിപൊളിയെന്ന് ഞാൻ പറയാം, അത് അത്രേ ഉള്ളൂ. അതല്ലാതെ അവിടെ ഞാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ദാറ്റ് ഈസ് വൈ മൈ ഒപ്പീനിയൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാണ്? ടോം ഹാങ്ക്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐ ലവ് ടോം ഹാങ്ക്സ്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്? അയ്യോ, ഞാൻ എല്ലാവരും കാസ്റ്റവേ, ഫോറസ്റ്റ് ഗംപ്, ടെർമിനൽ എനിക്ക് ഞാനൊരു 20 പ്രാവശ്യം ഒന്നും കണ്ടു. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ പടം, പക്ഷേ ഐ ലവ് ദാറ്റ് മൂവി. എൻ്റെ ഒരു ഫേവററ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹിം. എൻ്റെ പക്ഷേ ഞാൻ നമുക്കൊരു സെറ്റ് ഓഫ് ഒരുപാട് നല്ല, പക്ഷേ എവിടെ ഒരു എക്സ്ട്രാ ഇഷ്ടം പുള്ളിക്ക് ഞാൻ കൊടുക്കാറുണ്ട്. മൂവി റിവ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഇപ്പം ഉണ്ണി വ്ളോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോക്ക് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരൊക്കെ ആയിട്ടുള്ള ഒരു എങ്ങനെയാണ് ബന്ധം, സൗഹൃദമുണ്ടോ ഇവരൊക്കെ ആയിട്ട്? സംസാരിക്കാറുണ്ട്, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സിനിമ റിവ്യൂ അങ്ങനെയല്ല, ഒരു സിനിമ ചർച്ചയുണ്ടോ? ഞാൻ ഉണ്ണിയായിട്ട് സംസാരിക്കാറുണ്ട്. ഐ ലൈക്ക് ടു ടോക്ക് ടു ഹിം റിഗാർഡിങ് മൂവീസ്. ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കും, ഇന്ന പടങ്ങൾ അങ്ങനത്തെ അതിൻ്റെ ട്രെയിലർ, അങ്ങനെ ഡിസ്കഷൻ ഉണ്ട്. കോക്ക് ഞാൻ പറഞ്ഞില്ലേ, കോക്കൊരു എന്താ പറയുക, കോക്കിനെ കിട്ടാറില്ല. ഇറ്റ്സ് എ വെരി ബിസി പേഴ്സൺ. പിന്നെ ഞാൻ പറയാ ഉണ്ണി എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഒരു അതേപോലെ നമ്മൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂ ചാനലുണ്ട്, സുധീഷ് ഏട്ടൻ, മൺസൂൺ മീഡിയ. ഇതിനൊക്കെ ആയിട്ട് ഞാൻ നമ്മൾ എല്ലാ ദിവസവും ഇൻ ടച്ച് ആണെന്ന് പറഞ്ഞാൽ അല്ല, ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും, അങ്ങനെയുണ്ട്. ഈ സുഹൃത്തുക്കളുമായിട്ട് കൂടുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണോ അതോ ടെക്കാണോ? അങ്ങനെയൊന്നുമില്ല, അവിടെ എന്തും പോവും. പക്ഷേ മെയിനായിട്ട് വെച്ചാൽ ടെക്ക് എന്ന് പറയുന്ന സാധനം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റർ ഇപ്പോൾ ടെക്കിൻ്റെതായ ആൾക്കാരുമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ടെക്കാണ് മെയിൻ ടോപ്പിക്. മറ്റേ അവിടെ സിനിമ, ഫുഡ്, പിന്നെ ഗോസിപ്പുകൾ. പിന്നെ ഒരു മാറ്റമില്ല, അടിപൊളി, നമുക്ക് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞൊരു റീല് ഞാൻ ഇങ്ങനെ കണ്ടത്, ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന്റെ ഇടയിൽ നടന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം റീല് ഞാൻ, അപ്പൊ നമ്മളതൊക്കെ ഇരുന്ന് കാണാറുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഈ ഒരു സാധനം തുടങ്ങിയതും ഈ ഒരു ഇൻഫ്ലുവൻസർ പരിപാടി തുടങ്ങിയപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ബ്രദറാണ്. ബാക്കിയുള്ള എൻ്റെ മദറാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും എൻ്റെ ഖത്തറിൽ പോടെ വേറെ പണി നോക്കണേ എന്ന് പറഞ്ഞിട്ടും ഇതാണ് നിൻ്റെ എന്ന് പറഞ്ഞത് മൈ ബ്രദർ. ഹീ ഈസ് എ ഫാഷൻ ഫോട്ടോഗ്രാഫർ. മേ ബി ഹീ ഈസ് ഓൾസോ ഫോളോയിങ് ഹിസ് പാഷൻ, മേ ബി അതുകൊണ്ടാവാം. ഓക്കെ. ഇപ്പം ഉമ്മയായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഉമ്മയ്ക്ക് ഒരു ഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ടിരുന്നു. ഓക്കെ. അപ്പം ഡെഫിനറ്റ്ലി നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കണക്ക് കുട്ടിക്കാലം അത്ര വലിയ ഒരു കളർഫുൾ ആയിരുന്നില്ല. അപ്പം കണ്ടിട്ടുള്ളത് ഏറ്റവും ഒരു സ്ട്രോങ് വിമനെ ആയിരിക്കും കൊണ്ടുവരാമെന്നുള്ളത്. അപ്പം
ഉമ്മ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ക്യാരക്ടറിൽ അത്രയും ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഷസാമിനെ? ഞാൻ എൻ്റെ മദറാണെങ്കിലും സിസ്റ്റർ പുള്ളിക്കാരിക്ക് ഫ്രം ബർത്ത് കൈ ഒടിച്ചിട്ടാണ് ലോകത്തിലോട്ട് വന്നത്. ഒരുപാട് ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ ഒരു നോർമൽ രീതിയിൽ നടക്കുന്നത്. ബട്ട് സ്റ്റിൽ ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും ഷീ നീഡ് എ സപ്പോർട്ട് വിത്ത് ഹർ അതർ ഹാൻഡ്. അപ്പം ഞാൻ ഇങ്ങനെ ചില ആൾക്കാർ പറയും പെൺകുട്ടികൾക്ക് വലിയ ടാലൻ്റ് ഇല്ല, അവർ എന്താ പറയുക, ഈ ദേ ആർ നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ, ഞാനിതൊരു പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷീ സ്റ്റാർട്ടഡ് ഫ്രം 4,000 or 2,000 rupees. ട്രിവാൻഡ്രത്ത് ഒരു ട്രാവൽ ഏജൻസിയിൽ തുടങ്ങി. അവിടെ നിന്ന് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളിൽ അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവായിട്ട് കയറി. ഷീ ഓൺലി ഹാഡ് എ ഡിപ്ലോമ ബാക്ക് ദെൻ. ഫാദർ പുള്ളിക്കാരി ഒരു വലിയൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. ആൻഡ് മൈ ഡാഡ് സെറ്റ് ദാറ്റ് ഡിപ്ലോമയുടെ കഴിഞ്ഞു. ഷീ ഡിഡ് ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം. അത് വെച്ചിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഖത്തറിൽ പോയി അവിടെ ഒരു സ്ഥാനത്തിൽ തുടങ്ങി. നൗ ഷീ ഈസ് ഒരു വളരെ പേര് കേട്ട ഒരു ഫ്രഞ്ച് യൂണിവേഴ്സിറ്റി HEC പാരീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വളരെ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. ആൻഡ് ഇഫ് യു ആർ സെയിങ് ദറ്റ് വുമൺ കാണ്ട്, ഐ ഹാവ് സീൻ ഹെർ. എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ്. ആൻഡ് ഐ സീൻ ദാറ്റ്. ആൻഡ് ഉമ്മാരെ പറ്റി പറയാനാണെങ്കിലും ഉമ്മയൊക്കെ ഒരുപാട് കടമൊക്കെ മേടിച്ച് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ലൈഫ് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇഫ് ഷീ ആസ്ക് മീ ഫോർ മണി ആൻഡ് ഐ ക്യാൻ സെൻഡ് ഹർ. അങ്ങനെ ഐ ലൈക്ക് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അതാണ്. That I can do that. I'm sorry. No, because I think this ഈ കണ്ണുനീരിനൊരു ഭയങ്കര പ്രൗഡ് ഉണ്ട്. ബിക്കോസ് അത്രയും ലോകം അല്ലെങ്കിൽ ഒരു പരിധിയിലധികം മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അറിയുന്ന ഒരു യൂട്യൂബറിലേക്ക് ഷസാമിനെ കൊണ്ടുവന്നു വെച്ചാൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ സ്ട്രോങ് ഷീ ഈസ്. അപ്പോൾ ഇത്രയും ഒരു മക്കളെ വളർത്തുക എന്നുള്ള ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഈസി ടാസ്ക്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ദുബായിലൊക്കെ വന്നും ഖത്തറിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത സമയത്തൊക്കെ ഐ കുഡൻറ്റ് ഡു എനിത്തിങ് ഫോർ ദ ഫാമിലി. ലൈക്ക് റൈറ്റ് നൗ ഐ ആം. സോ ആ ഒരു കാര്യത്തിൽ ഐ ആം വെരി പ്രൗഡ്. അതാണ് ഇപ്പോൾ ഉമ്മക്ക് ഫോൺ മേടിച്ച് കൊടുക്കണമെങ്കിലും ഐ ലവ് ഗിഫ്റ്റിംഗ് പീപ്പിൾ സ്റ്റഫ് ബിക്കോസ് ഓഫ് ദിസ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ അധികം ആൾക്കാർക്ക് അറിയത്തില്ല, പക്ഷേ ചിലവരൊക്കെ വന്നിങ്ങനെ പറയും ഒരു കമ്പ്യൂട്ടർ മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ ഐ ക്യാൻ ഡു ദാറ്റ് ഫോർ ദം. അല്ലാതെ പറഞ്ഞു ആ ഒരു സാധനത്തിലാണ് എനിക്ക് പ്രൗഡ്. ബിക്കോസ് ഉമ്മ ഇപ്പം ഫൈനാണ്. ഷീ ഈസ് നോട്ട് വെറീഡ് അബൌട്ട് എനിത്തിങ് എൽസ്. ഷീ ഈസ് ഡൂയിങ് ഹെർ സ്റ്റഫ്. സോ സിസ്റ്ററിൻ്റെ കേസ് അതാണ്. അപ്പോൾ സിസ്റ്റർ അത്രയ്ക്കും ഞാൻ പറയാം ആ ഒരു ദ വേ ഷീ ഹാസ് ഗ്രോൺ റൈറ്റ് നൗ ഇസ് സ്ട്രോങ് സിസ്റ്റർ, സ്ട്രോങ് വിമൻ. അതുപോലെ തന്നെ ഇപ്പം കൂടെ ഉണ്ടെന്ന് പറയുന്നൊരു പെൺകുട്ടി. ഈ ഇത്രയും സ്ത്രീകൾ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇവരിൽ നിന്നും ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ലെസൺ എന്താണ്? അത് എത്രത്തോളം സ്ട്രോങ് ആക്കുന്നുണ്ട് ഷസാമിനെ? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ദേ ക്യാൻ മേക്ക് വണ്ടേഴ്സ് ഇഫ് ദേ ഹാവ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ചില ആൾക്കാർ വളരെ എന്താ പറയുക പർപ്പസ്ഫുള്ളി ഡമ്മായിട്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ആ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആൻഡ് ബിക്കോസ് ഐ ഹാവ് സീൻ ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ഇപ്പം ഞാൻ ഒരുപാട് വളരെ കഷ്ടപ്പെട്ട് അതായത് പ്രൊവൈഡ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി മെൻ ഓർ വുമൺ. ആണുങ്ങൾക്കും അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്.
ബിക്കോസ് ദ ഹോൾ ബേർഡൻ ഓഫ് ദ ഫാമിലി. അങ്ങനെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ എനിക്കറിയാം. ദ ഹോൾ ബേർഡൻ ഇസ് ഇൻ ദം. അപ്പോൾ അതാണ് പറഞ്ഞത്, അവരൊക്കെ കഷ്ടപ്പെടുന്നത് എത്രത്തോളമാണെന്ന് നമുക്കറിയാം. സോ അതാണ്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. ഇഫ് സം പീപ്പിൾ ക്യാൻ മേക്ക് വണ്ടേഴ്സ് ആൻഡ് ഇൻ ടൈം. അതിൽ വിശ്വസിക്കുന്നതാണ്. അതാണ് ഇനി എന്തെങ്കിലും പച്ച പിടിച്ചത് അറ്റ് ദ ഏജ് ഓഫ് 30. അതുവരെ ഐ വാസ് ലൈക്ക്, ഇപ്പോഴും ചിലവരൊക്കെ ഇപ്പോഴത്തെ ചില പിള്ളേരൊക്കെ പറയണ 21 വയസ്സായിട്ടൊന്നും ആയില്ല, 22 വയസ്സായിട്ടും. ഞാൻ പറഞ്ഞു, ഹേയ്, give it some time, just focus on whatever you want. It will Time come. can heal everything. And it can also change our life. Yes. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ ഓർമ്മയിൽ നിൽക്കുന്നതാണെന്ന്. ചില സാധനങ്ങൾ ഇതുപോലെ വരുമ്പോൾ ഇമോഷണലി നമുക്ക് ഇമോഷണൽ ഇപ്പം ആൾക്കാർ പറയാം എപ്പോഴും നമുക്കൊരു സെറ്റ് ഓഫ് നോംസ് ഉണ്ടല്ലോ, സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ട്. പുരുഷന്മാർ ഇമോഷണൽ ആകാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം. സിനിമയിലൊക്കെ സിനിമ തിയേറ്ററിൽ കാര്യം ഡെഫിനറ്റ്ലി പുരുഷന്മാർ ഭയങ്കര ഇമോഷണൽ ആണ്. Cry, it's a feeling. It's just like any other emotions. Crying or anger or anything is. ഷസാമിന്റെ എക്സ്പീരിയൻസിൽ റിലേഷൻഷിപ്പിൽ ഒരു റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് എന്ന് തോന്നുന്നത് എന്തൊക്കെയാണ്? ഒരാളെ വേറൊരു വ്യക്തിയായി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സാധനമുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് എ ഹ്യൂജ് റെഡ് ഫ്ലാഗ് ഫോർ മീ. നമ്മൾ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ വേറൊരു വ്യക്തിയായി മാറാനോ നമ്മളെ ഇഷ്ടങ്ങളെ മാറ്റാനോ ഇറ്റ്സ് നോട്ട് നൈസ്. ഈ റീൽസ് ടൈം അല്ലാതെ ഒരു പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്? എനിക്കെപ്പോഴും പേഴ്സണൽ എല്ലാ മാസവും ഒരു 3-4 ദിവസം ഒന്നും ചെയ്യില്ല. ആരൊക്കെ ഇനി എന്ത് വന്നാലും എന്ത് പ്രോഡക്റ്റ് ആയാലും ഇറ്റ്സ് മൈ ടൈം റിലാക്സ്. ദുബായിലാണ്, എനിക്കൊന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇപ്പോൾ ദുബായിലാണ്. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് ഇടയ്ക്ക് എന്തോ ടാക്സിന് ഇത് നിങ്ങൾ ദുബായിൽ കഴിഞ്ഞ ദിവസം ചിലവരെങ്ങനെ പറഞ്ഞു, ഞാൻ മറ്റേ നാടീന്ന് എസ്കേപ്പ് ചെയ്തത് ഇങ്ങോട്ട് മറ്റേ ഗഫൂർ ഖാ ദോസ്തിന്റെ ഷിപ്പ് വഴി ഞാൻ ഇവിടെ എത്തിയെന്നൊക്കെ. അല്ല, ഞാൻ ദുബായ് വന്നത് ഇവിടുത്തെ ഒരു ഞാൻ ടെക് പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ് ഇവിടെ കിട്ടാനായിട്ട്. പിന്നെ ഐ വോണ്ടഡ് എ ഡിഫറെൻറ്റ് സീൻ ഓൾസോ. എനിക്ക് പണ്ട് തൊട്ട് ദുബായ്, ഐ ലവ് ദുബായ്. ഞാൻ കുറേ നാൾ ഇവിടെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആൻഡ് ഇവിടെ എന്തെങ്കിലും പ്രൊമോഷൻസ് കിട്ടുമോ, ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം നോക്കാൻ വന്നതാണ്. പിന്നെ ദർ ആർ സം അതർ തിങ്സ് വെച്ച് എനിക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറയാം, നാട്ടിൽ തന്നെയാണ് എൻ്റെ വാട്ട് എവർ ദ പ്രൊമോഷൻസ് നാട്ടിൽ നിന്ന് വന്നാൽ അതിനുള്ള ടാക്സ് കൊടുക്കണം. എൻ്റെ ഈ ആഡ്സെൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നാട്ടിലാണ്. ഡിലീറ്റിങ് ആഡ്സെൻസ് ആൻഡ് ഇവിടെ ഒരു ആഡ്സെൻസ് തുടങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് എന്തായി മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഐ ഡോണ്ട് വോണ്ട് ടു റിസ്ക് ദാറ്റ്. സോ വാട്ട് എവർ ഐ എം മേക്കിംഗ് വിത്ത് കോൾ മി ഷസാം ആൻഡ് ലൈഫ് ഓഫ് ഷസാം, അത് നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്താൽ ചൊറിയാൻ വേണ്ടി വരണ കുറേ എണ്ണം ഉണ്ട്. അമ്മമാർക്കൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ റിയാക്ട് ചെയ്യും? ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ, ഇനി ചെയ്യില്ല. അങ്ങനെ ഷസാമിന്റെ ഇത്രയും നാളത്തെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഹൈലൈറ്റ്സ് എന്താണെന്ന് തോന്നിയിട്ടുള്ളത് സ്വയം? ഇറ്റ്സ് റൈറ്റ് നൗ ഇറ്റ്സ് ഗ്രേറ്റ്. ബട്ട് ഞാൻ വിചാരിക്കാത്ത കുറേ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ടെഡെക്സിൽ സംസാരിച്ചിട്ടുണ്ട്. ഐ വർക്ക് വിത്ത് ഒരു ചെറിയ ആഡ് വിത്ത് BQ ഐക്കൂൻ്റെ. ലോട്ട് ഓഫ് തിങ്സ്. ചില ICC വേൾഡ് കപ്പ് ആ ഒരു ബൗണ്ടറി ലൈനിൽ നിന്ന് കാണാനുള്ള ഭാഗ്യം. ജസ്പ്രീത് ബുംറയെ കണ്ടിട്ടുണ്ട്. ICCയുടെ ഒഫീഷ്യൽ ടാഗ് പേജുമായിട്ടുള്ളൊരു വർക്ക്, യൂട്യൂബുമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിലും ഇൻസ്റ്റ ആയിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ ആണെങ്കിലും, ദീസ് ആർ ഓൾ സംതിങ് വിച്ച് ഐ ഹാവ് നെവർ ഇമാജിൻഡ്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വരുന്ന ഞാൻ പറഞ്ഞ ഹാപ്പിനെസ്സുകളാണ് ഈ സാധനം. ഇതിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒരു പ്രൗഡ് മൊമെൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇപ്പം ഷസാമിന് തോന്നി ഷസാം നീ കൊള്ളാടാ എന്ന് തോന്നിയ ഒരു മൊമെൻറ്റ് ഏതായിരുന്നു? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല ബ്രോ. എന്ത് നല്ലത് വന്നാലും ഐ എം ലൈക്ക് ഗുഡ്, വെരി നൈസ്. അല്ലാതെ നമുക്കൊരു പിൻ പോയിന്റ് ചെയ്യുന്നൊരു സാധനം ഇല്ല. ഐ എം ജസ്റ്റ് എൻജോയിങ് ലൈഫ്, പീസ് ആക്ച്വലി.
ഇറ്റ്സ് ലൈക്ക് ഐ സെഡ്, എനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്വാറലിങ്ങും അങ്ങനത്തെ പരിപാടിയൊന്നും, ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നപ്പോൾ നിങ്ങൾ ചെയ്തോ. ഞാൻ അതാണ് വേറൊരു വീഡിയോയും ഞാൻ ചെയ്തത്. ഒരുത്തം വന്നിട്ട് എവൻ്റെ ഇത് തമാശ കേട്ടിട്ട് എനിക്ക് മാത്രമാണോ ചിരി വരാൻ, എടാ നിനക്ക് കാണണ്ട, ഞാൻ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞടാ നോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരാളെ ബ്ലോക്ക് ചെയ്യാം, ഇതേ സാധനം തന്നെ നമുക്ക് യൂട്യൂബിലും ചെയ്യാം, ബ്ലോക്ക് ദിസ് ചാനൽ ചെയ്, നിനക്ക് കാണണ്ട, നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനില്ല, ബ്ലോക്ക് ചെയ്. ഞാൻ തന്നെ പറയുന്നത് ബ്ലോക്ക് ചെയ്തോ. അല്ല, കാണുകയും വേണം എന്നാൽ കമന്റ് പറയും വേണം എന്നുള്ള ഒരു അവിടെയാണ് ആ പ്രശ്നം. ആ ബോക്സ് കാണുമ്പോൾ എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞിട്ട് പോയാലേ നടക്കും. എനിക്ക് ഇപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഷസാം എങ്ങനെയുള്ള ഒരു പാരന്റ് ആയിരിക്കും ഭാവിയിൽ പാരന്റ് ആവുകയാണെങ്കിൽ? അങ്ങനെ ആവുകയാണെങ്കിൽ തോന്നല്ലേ ബ്രോ, എനിക്ക് ഞാൻ വെരി ഡിഫറെന്റ് തോട്ട് പ്രോസസ് ഉള്ള ഒരു വ്യക്തി. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ദർ വാസ് എ ടൈം, ബിക്കോസ് അന്ത കാലം എന്നൊക്കെ നമ്മൾ പറയണമല്ലേ, ദർ വാസ് എ ടൈം ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് മാരിഡ്, ഫാമിലി. അത് നമ്മളൊരു 25 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടീഷൻഡ് ആണ്. ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിക്കോണം. അതേപോലെ ഞാൻ ജോലി കിട്ടിയ ഉടനെ കെട്ടാൻ വേണ്ടിയാണ് നാട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി പ്രേമം പടക്കം ഒഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ള സാധനം, അത് സിനിമ എന്ന് പറയുന്ന സാധനത്തിലോട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ദർ ആർ സർട്ടൻ അതർ തിങ്സ് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ആൻ ഇൻഡിവിജ്വൽ. ഇതൊക്കെ കംപ്ലീറ്റ്ലി എൻ്റെ പെർസ്പെക്റ്റീവുകളാണ്. ഞാൻ പറയാം, പല ആൾക്കാർക്കും പലതാണ്. ചില ആൾക്കാർക്ക് ഒരു വ്യക്തിയുണ്ട്, അവർ ആങ്കേർഡാണ്, ആ വ്യക്തി പോയാൽ തീർന്നു, അവരുടെ ലൈഫില്ല. ഞാൻ എപ്പോഴും പറയാം അതല്ല, അവർ പോയാൽ യുവർ ലൈഫ് സ്റ്റിൽ ദെയർ, സ്റ്റിൽ ഗോയിങ്. സിനിമ ഇനിയുണ്ടോ? ഭാവിയിൽ സിനിമയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. എന്തായാലും വരണമെങ്കിലും എടുത്തിട്ട് കോക്കിനെ കൊണ്ട് റിവ്യൂ മലങ്കൾട്ടാണോ അല്ലേ എന്ന് പുള്ളി പറയട്ടെ. അങ്ങനെ അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്, കോക്കിനെ കൊണ്ട് റിവ്യൂ ചെയ്യിക്കുക. പക്ഷെ ശരിക്കും ഈ റിവ്യൂസ് സിനിമയെ തകർക്കുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഇഫ് യു ആർ ടേക്കിംഗ് ഗുഡ് പ്രോഡക്ട്സ് ഇറ്റ് വിൽ വർക്ക് റെസ്പെക്റ്റീവ് ടു ഹൂ എവർ സൈസ്. ആരെന്ത് പറഞ്ഞു അതിലൊന്നുമില്ല. ഇപ്പം ഞാൻ ആൾക്കാർ ഭയങ്കരമായിട്ട് മാറി. ഡിഫറൻസ് ഇൻ ക്യാരക്ടേഴ്സ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു സിനിമ കാണുന്ന സമയത്ത് ഡിഫറൻസ് ആണ് ആൾക്കാർ നോക്കുന്നത്. ഇപ്പോൾ നസ്ലിനും മമിതയും ഒക്കെ ആ പ്രേമലൂല് ചെയ്തത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്, മനസ്സിലായി? ഈവൻ ദോ ഇറ്റ്സ് എ പ്രെഡിക്റ്റബിൾ തിങ് ബട്ട് ദർ ഇസ് എ ഫ്രഷ്നെസ് ടു ദാറ്റ്. അപ്പോൾ അതാണ് അത് ക്രാക്കി. ഇപ്പം മമ്മൂക്ക ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര കൗതുകമാണ്. ഈസ് ഡൂയിങ് കാതൽ, ഈസ് ഡൂയിങ് റൊഷാക്ക്, നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ബ്രഹ്മയുഗം, ദ വേ ഹി വാസ്, ദ ടെറിഫൈങ്, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ്. അപ്പോൾ അതാണ് പറയുന്നത്, ആ ഡിഫറൻസ് ഈസ് വാട്ട് വി ആർ ആസ്കിങ്. ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് അതാണ്, ഗിവ് എ സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ കണ്ടു, വി നോ ഹൂ യു ആർ. ലാലേട്ടൻ എന്ന് പറഞ്ഞ രക്ഷകനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് വേണ്ട എന്തുകൊണ്ട് ജയിലറിൽ ആ കുറച്ച് ഭാഗം നമുക്ക് ലാലേട്ടൻ്റെ അടുത്ത് വി ആർ സീയിങ് എ വെരി ഡിഫറെൻറ്റ് ലാലേട്ടൻ ഇൻ ദാറ്റ് മൂവി. നമുക്കെപ്പോഴും ഫ്രഷ്നെസ് വേണം. കാരണം എനിക്കൊന്ന് മലയാളി ഓഡിയൻസ് മാറി. കാരണം പണ്ട് ഒരു 2 പേര് സംസാരിച്ചിരുന്ന കാലത്ത് ഇന്നൊരു 10-15 പേര് പല ഗ്രൂപ്പുകളായിട്ടിരുന്നാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ പണ്ട് നല്ല സിനിമ ഓക്കെ, പക്ഷേ ഇന്ന് കഥ, തിരക്കഥ, ലൈറ്റ്, എഡിറ്റിംഗ്, സൗണ്ട്, ഇതെല്ലാം നമ്മൾ യെസ്, അത് ഒരു വലിയ മലയാളി ഓഡിയൻസിന് വന്നൊരു വലിയ മാറ്റം. ടെക്നിക്കലി ഭയങ്കരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഞാൻ പണ്ട് വളരെ ചെറിയ പേരാണ് മറ്റേ അവിടെ ചെറിയ ഡിഫറൻസ്, അവിടെ ഡ്യൂപ്പാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുവാൻ. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ദേ നോ സ്റ്റഫ്. ഞാൻ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ, ബിക്കോസ് എല്ലാവർക്കും ഞാൻ അതാണ് പറഞ്ഞത്, ഈ സിനിമകൾ ഫ്ലോപ്പ് ആവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അത് നല്ലതെന്ന് തോന്നുന്നതല്ല. ഞാൻ RDX ഭയങ്കര ഹിറ്റായെന്ന് പറഞ്ഞാൽ അത്ര യൂത്ത് ആയിട്ടുള്ള പിള്ളേർ വന്നിട്ട് മറ്റേ മാർഷൽ ആർട്സും ബഹളവും ഒക്കെ കാണിക്കുമ്പോൾ വിത്ത് ആ ഒരു അൻപറിവ് എന്ന് പറഞ്ഞൊരു ടാഗും ആൻഡ് ആ നടന്മാർക്ക് ആ ഒരു സ്റ്റണ്ട് ഡയറക്ടറിന്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ അതാണ് ആ പടത്തിന്റെ ഒരു USP എന്ന് പറയുന്നത്. അപ്പോൾ യു ഫൈൻഡ് യുവർ USP. ഞാൻ വളരെ മീഡിയോക്കർ ആയിട്ടുള്ള ഒരു പടം എടുത്ത് വെച്ചിട്ട് ഇത് ഗംഭീരമാക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂല. പക്ഷെ ചില സിനിമകൾ നമ്മളെ പറ്റിക്കപ്പെടും. മലയാളത്തിലൊരു ക്ലാസിക് മൂവി എന്ന് പറഞ്ഞാൽ ക്ലാസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഷസാമിന് ധാരാണ്. പത്മരാജൻ സാർ. അയ്യോ, ക്ലാസിക് എന്നൊന്നുമല്ല, പുള്ളി ഈസ് ക്രേസി. പുള്ളിയുടെ ഒരു തോട്ട് പ്രോസസ്സും പുള്ളിയുടെ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ, ഓ മാൻ, ലവ് ഹിസ് മൂവീസ്. ഞാൻ ഗന്ധർവനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പുള്ളിയുടെ ഒരു
പടങ്ങൾ ഇപ്പോഴും ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ അതാണ് പറയും, ചില സിനിമകളും ചില സിനിമയിലെ ക്യാരക്ടേഴ്സ്, എനിക്ക് ക്യാരക്ടർ ഡ്രിവൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ മെസ്സേജ് എന്നുള്ളതിനെക്കാട്ടിലും ഒരു വേറൊരു വ്യക്തിയുടെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ചില ഒരുപാടുണ്ട് കേട്ടോ ക്ലാസിക് ഫിലിംസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഒരു പോയിന്റിൽ ഐ വി ശശിയൊക്കെ വേറെ ലെവലായിരുന്നു ഇല്ലേ? മമ്മൂക്ക ഐ വി ശശി കൊളാബറേഷൻ ലൈക്ക് നെക്സ്റ്റ് ലെവൽ. അതേപോലെ ഒരു പ്രിയദർശൻ മൂവീസ്, ജോഷി പടങ്ങൾ, പ്രിയദർശൻ പടങ്ങൾ ഇപ്പോഴും വി വാച്ച് ഇറ്റ്. അതുകൊണ്ട് ഏത് അരം പ്ലസ് അരം കിന്നരവും ഓടുന്ന അമ്മാവ ആളറിയാം, പിന്നെ അത് പിന്നെ മറ്റേ സാധനത്തിന് മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു. പിന്നെ അതേപോലെ കുറച്ചും കൂടെ വരുമ്പോൾ നമുക്ക് മറ്റേ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു പടമുണ്ട് സിനിമ പുതുക്കോട്ടയിലെ രാജസേനൻ, അതുപോലെ റാഫി മർക്കാട്ടിൻ. അതാ ഇവരെയൊക്കെ ഒരു പ്രൈം ടൈമിൽ അവർ തന്ന പടങ്ങൾ വേറെ ലെവൽ ഫ്രഷ്നെസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് കാണാൻ പറ്റിയ കുറേ സിനിമ ഒരുപാടാണ്. അതാണ് നമുക്ക് മാത്രമേ അതുള്ളൂ കേട്ടോ, എൻ്റെ കാഴ്ച എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നമുക്ക് മാത്രം അങ്ങനെ കുറേ. ഇപ്പം സിദ്ദിഖ് സാറിൻ്റെ പടങ്ങൾ, സിദ്ദിഖ് ലാൽ പടങ്ങൾ, അത് വേറൊരു എത്രയോ പടങ്ങൾ റൈറ്റ്സ് മേടിച്ച് ബോളിവുഡിൽ ചെയ്തേക്കും. ദാറ്റ് ഇസ് എ പ്രൈം എക്സാമ്പിൾ that our content is really good. ഞാൻ എപ്പോഴും കാണുന്ന ഒരു സിനിമയാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, മമ്മൂട്ടി അഭിനയിച്ച. മമ്മൂക്കര. അയ്യോ, പിന്നെ മറ്റേ സാധനം, മറ്റേ സിക്സ്ത് സെൻസ് വരുന്ന ഒരു പടം, അയ്യർ ദ ഗ്രേറ്റ്. പിന്നെ ലോട്ട് ഓഫ് മൂവീസ്, പ്രേം നസീർ പടങ്ങൾ വരെ ഞാൻ പണ്ട് ഈ ദൂരദർശന്റെ സാധനമാണ് കേട്ടോ. ദൂരദർശനിൽ ഉച്ചയ്ക്ക് എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ്. നമ്മൾ ഇരുന്ന് കാണും. ഞാൻ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ഇരുന്ന് കുത്തിയിരുന്ന് കാണുമായിരുന്നു. പ്രേം നസീറിന്റെയും ഷീലയുടെയൊക്കെ പേരൊന്നും ചോദിക്കരുത്, പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ കഥ അറിയാം. ഇവരൊക്കെ വരും, ഉമർ, സത്യമാശ് ഒക്കെ വരുന്ന. ഇതിന്റെ പേരെനിക്കറിയില്ല, ബട്ട് ഐ യൂസ് ടു വാച്ച് മൂവീസ് ബിക്കോസ് അന്ന് അതേ ഉള്ളൂ, നമുക്ക് വേറെ ചോയ്സ് ഇല്ല. only this is the only choice. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇനി പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ റിപ്പീറ്റ് വാല്യൂ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ ഫോർ മീ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ഒരു 2 പ്രാവശ്യം ഓക്കെ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ മറ്റൊന്നൊക്കെ പിന്നെ എവർഗ്രീൻ ആണ്, ലൈക്ക് ജസ്റ്റ് ലൈക്ക് റഹ്മാൻ ആൻഡ് ഇളയരാജ, ദേ ആർ എവർഗ്രീൻ. എത്ര പേര് വന്നാലും അവര് തന്നെ ഒരു മെലോഡി. ഞാനൊക്കെ ഇപ്പോഴും ഒരു ഹെഡ്സെറ്റ് ഒക്കെ കിട്ടുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഇളയരാജയുടെയും എ ആർ റഹ്മാന്റെയും ഒക്കെ റാഫി സാറിന്റെ ഒക്കെ പാട്ടുകളാണ്. ബിക്കോസ് അവരാ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത്, ഇപ്പൊ എല്ലാം മറ്റേ ഇലക്ട്രിക്കൽ പരിപാടികളാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഒരു ഓർക്കസ്ട്രിക് ആയിട്ടുള്ള പാട്ടുകൾ കുറവാണ്. ഇപ്പോൾ ഒരു ഹാൻഡ് സിമ്മർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഹാൻഡ് സിമ്മറൊക്കെയാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുന്നത്. നമുക്കതിങ്ങനെ ഇത് ഇന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമുക്കിങ്ങനെ ഇങ്ങനെ സെഗ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാം മറ്റേ ഒരു ചട്ടപ്പെട്ട സാധനമാണ്. 80s and 90s സോങ്സിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും. പിന്നെ അത് ആ ഒരു രസമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു സംഭവം മൊത്തം അങ്ങനെ വന്ന ആൾക്കാരാണ്. പക്ഷേ 90s പറയുമ്പോൾ നമ്മുടെ അമ്മാവനും അമ്മായിയൊക്കെ ആവും, നമ്മൾ മറ്റേതായിരുന്നു തന്ത വൈബ്സ്. അതൊക്കെ ഓരോ ആൾക്കാരൊക്കെ ഇടുന്ന പേരല്ലേ, ലെറ്റ് ബി. തന്തയെങ്കിൽ തന്ത വൈബെങ്കിൽ തന്ത വൈബ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ മെന്റൽ ആണല്ലോ നമുക്ക്. യു ഡോണ്ട് ഹാവ് ടു പ്രൂവ് എനിബഡി എനിത്തിങ്. ഞാൻ പോലെ എല്ലാവരും യു ലിവ് യുവർ ലൈഫ്, ജസ്റ്റ് ഫേസ് ദ കോൺസിക്വൻസസ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും ഊളത്തരം കാണിച്ചിട്ട് അയ്യോ അമ്മോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. യു ഫേസ് ദാറ്റ് ഓൾസോ. നമ്മളെടുത്ത ഡിസിഷനാണ് അത്. ഐ ടുക്ക് ദാറ്റ് ഡിസിഷൻ, സോ ഐ വിൽ ഫേസ് ഇറ്റ്. സോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാ? നാളെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ലല്ലോ. എനിക്കറിയില്ല ഇത് ഇങ്ങനെ അങ്ങ് പോകുന്നത് വെച്ച്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഒരു പടം ഡയറക്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സം ഡേ ദാറ്റ് വിൽ ഹാപ്പൻ എന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് സീ. അപ്പം സിനിമ ഉണ്ടാവട്ടെ, അതിഗംഭീരമായ സിനിമ ചെയ്യട്ടെ. കോക്കിനെ കൊണ്ട് അത് റിവ്യൂ ചെയ്യും. കോക്ക് എന്തായാലും ചെയ്യും. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അല്ല, ആൾക്കാർ പറയോ നീ ചെയ്യ, എന്നിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അതെ അത് എല്ലാണോ വരും. ഇഷ്ടപ്പെട്ടാലും പറയും ഭയങ്കര മാറ്റം പറയും. എനിവേസ് ലെറ്റ്സ് സീ. അതെ, അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്. എല്ലാവർക്കും പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് share guys. Thank you so much. Thank you so much. Superb. Thank you.